നിങ്ങൾ എന്തെങ്കിലും ഇല്ല? എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സനാതന ധർമാമൃതം എന്ന പരിപാടിയുടെ 9ാമത്തെ സെക്ഷനാണ് നമ്മൾ ഇന്നിവിടെ നടക്കുന്നത്. ആദ്യമായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നിവിടെ പ്രഭാഷണത്തിനെത്തിയിരിക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീധരൻ നമ്പൂതിരി അവരുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി ഏട്ടത്തിയെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അജ്ഞാനാന്തർ ഗഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവതവശിഖാ താപപാപാസ്യമാനാം മുക്ത്വാ മൗനം വടവിടപിനോ മൂലദോ നിഷ്പദന്തി ശംഭോർമൂർത്തിർ ശരതി ഭുവനേ ശങ്കരാചാര്യ രൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സവിത്രീഭിർവാജാം ശശിമണിശിലാഭംഗിരുചിഭിർ വശന്യാദ്യാഭിസ്ത്വാം സഹജനനീ സഞ്ജിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹദാം ഭംഗിരുചിഭിർ വാജോഭിർ വാഗ്ദേവി വദന കമലാമോദ മധുരൈ. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തി. അടുത്തതായി ഇന്നിവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥിയും അതേപോലെ തന്നെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എറണാകുളം ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ കൂടിയായ ശ്രീമതി ശ്രീകല മധു അവരുകളെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. 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 എല്ലാവർക്കും നമസ്കാരം. സനാതന ധർമാമൃതം എന്ന് പറഞ്ഞ ഈ പരിപാടിയില് ഇവിടെ ഇന്നത്തെ ഈ പ്രഭാഷണം നടത്തുവാനെത്തിയ ഡോക്ടർക്ക് പ്രത്യേകം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ഇന്ന് സന്നിഹിത ഈ പരിപാടി ശ്രവിക്കാനെത്തിയ എല്ലാവർക്കും ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. വളരെ സന്തോഷം ശ്രീ ഗ്ലോപ്പള. അടുത്തതായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാക്ക് ബോൺ എല്ലാമായ മാനേജ് ഇൻഡസ്ട്രി കൂടിയായ ഏവർക്കും പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനെ ഞാൻ 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ സനാതന ധർമാമൃതം പരിപാടിയുടെ 9ാമത് ഭാഗം നമുക്കായി നല്ല വാക്കുകൾ കൊണ്ട് നമ്മളെ
അനുഗ്രഹീതരാക്കുവാനെത്തിയ ശ്രീ ഡോക്ടർ ശ്രീധരൻ നമ്പൂതിരിക്ക് എൻ്റെ നമസ്കാരം. ഈ പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മുടെ ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ഓൺലൈനായും അല്ലാതെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. നമ്മള് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കാലടിയിൽ വെച്ച് കാലടിയിൽ വെച്ചാണ് ശ്രീശങ്കര സ്മൃതിയിലെ നമ്മുടെ മുഖ്യ അതിഥിയായി വെച്ച് ശാന്താനന്ദാശ്രമത്തില് നമ്മള് ശ്രീശങ്കര സ്മൃതി മെയ് 2 സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് കഴിഞ്ഞ ഈ 4-5 വർഷം നമുക്കറിയാം, ഈ 2019-20 എന്നൊക്കെ പറഞ്ഞ് ഒരാളും മറക്കില്ല. നമ്മളെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞെട്ടിയുറപ്പിച്ച, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും മനസ്സിൽ കൂടി കടന്നുപോയ ഒരു രോഗം നമ്മുടെ ഇടയിൽ പടർന്നു പിടിക്കുകയാണ്. ലോകത്തിനെ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്ത് പോക്കറ്റ് ഹോം എന്നൊരു പുതിയൊരു അറിവ്, അങ്ങനെ ഒരു സമയങ്ങൾ കഴിഞ്ഞ് മെല്ലുമ്പോഴാണ് ഞങ്ങളുടെ ഈ സംഘടനയുടെ ശരിക്കും പറഞ്ഞ ഉദയം ഉണ്ടായത്. ഒരുപാട് വളർച്ചയൊന്നും പോലും 32 ചാപ്റ്ററുകളിലായി സനാതന ധർമ്മത്തെ ഇഷ്ടപ്പെടുന്നവർ, ആചരിക്കുന്നവർ കേൾക്കുന്നുണ്ടോ? നെറ്റിന്റെ എനിക്കൊന്ന് നെറ്റ് കണക്ഷൻ സ്പീഡ് കുറവാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ ആയിരിക്കും. എന്തായാലും നമ്മുടെ ഈ പ്രവർത്തനങ്ങളില് ഓൺലൈനായിട്ട് തന്നെ പല പരിപാടികൾ, നമ്മുടെ ആധ്യാത്മിക രംഗത്തെ പ്രധാന വ്യക്തികൾ തന്നെ പങ്കെടുക്കുന്ന പല പരിപാടികൾ, പ്രഭാഷണ പരമ്പരകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി, സ്വാമിനി ജ്ഞാനാഭിനിഷ്ഠ, അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഫൗണ്ടർ മെമ്പറും നമ്മുടെ എല്ലാമായ ശ്രീ ജയകൃഷ്ണൻജി, എന്താ പറയുക, ആചാര്യസ്വാമികളുടെ ശങ്കരാചാര്യ വിരചിത ഗ്രന്ഥങ്ങളെ, ശ്ലോകങ്ങളെ വിശദീകരിച്ചുള്ള പഠന ക്ലാസ്സുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ നമ്മുടെ ഭാരതത്തിന് സനാതന ധർമാമൃതം, ധർമ്മപ്രചാരണം, ഇതെല്ലാം ലക്ഷ്യമിട്ട് നമ്മൾ തുടങ്ങി വെച്ച ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് നമുക്കൊരു മുഖ്യ അതിഥിയെ തന്നെ കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കുവാനായി നമുക്ക് കാതോർക്കാം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് വേണ്ടി എൻ്റെ സന്തോഷവും നന്ദിയും എല്ലാം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം സുരേഷ് ഏട്ടാ അങ്ങയുടെ വാക്കുകൾക്ക്. അടുത്തതായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ 4 വർഷമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ, മുന്നോട്ടുള്ള അതിൻ്റെ കാൽവെപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ മെമ്പർ കൂടിയായ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി കൂടൽമനയെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ജയശങ്കര. 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 അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകർഭവതപശിഖാ താപപാപാച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം
കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. ഇന്ന് ഈ വേദിയിൽ സമാഗതരായിരിക്കുന്ന എല്ലാ സനാതന ധർമ്മ ചരിതർക്കും പ്രചാരകർക്കും അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥിക്കും വളരെ വിനീതമായ നമസ്കാരം. അഭിവാദേ കൃഷ്ണശർമ്മ നാമ അഹമസ്മി ഭോ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനെ കുറിച്ച് ഇവിടെയുള്ള ഇന്ന് ഈ ഫോറത്തിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ മുഖ്യ അതിഥി ശ്രീ ഡോക്ടർ ശ്രീധരൻ നമ്പൂതിരിയുടെ അറിവിലേക്കായിട്ട് വളരെ ചെറുതായിട്ട് ലഘുവായിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് തുടങ്ങിയിട്ട് 4 വർഷത്തിൽ ഉപരിയായിരിക്കുന്നു. ഇത് കാലടി ആസ്ഥാനമാക്കി ഭാരതത്തിൻ്റെ 1882 ആക്ട് ഓഫ് ട്രസ്റ്റ്, നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് വിധി പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. ഒരു ട്രസ്റ്റാണ്. ട്രസ്റ്റും ട്രസ്റ്റിന് ബോഡിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷൻ എന്ന് പറയുന്നത് ലോകമെമ്പാടും സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അദ്വൈത സിദ്ധാന്തം ശങ്കരോതീതി ശങ്കര എന്നാണല്ലോ. അപ്പം ആ ശങ്കരൻ ലോകത്തിന് മംഗളമേകുവാൻ വേണ്ടി ശങ്കരൻ പറഞ്ഞു തന്നിരിക്കുന്ന ദ്വൈതത്തിൽ ഊന്നി നിന്നുകൊണ്ട് അദ്വൈതത്തിലേക്ക് എത്തുന്ന ആ മനോഹരമായ ആ സങ്കല്പം, അറിവ് ലോകർക്ക് സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷെ ഇതെങ്ങനെ സാധൂകൃതമാകും എന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ഇത് ആചരണത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ ഈ പ്രചരണം. അങ്ങനെ ചരൈവേദി എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തന്നിരിക്കുന്നത് പോലെ തന്നെ നാം ആചരിപ്പിച്ചുകൊണ്ട് ആചരണത്തിലൂടെ നാം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് ബൃഹത്തായ മിഷനുണ്ട്. പല കാര്യങ്ങളും ചെയ്യുവാൻ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കാലക്രമേണ നമ്മൾ സാധൂകരിക്കുന്നതാണ്. അതിലെല്ലാം ഉപരി ആചരണത്തിലൂടെ നമ്മൾ ഇത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നാം ചെയ്തത് സംസ്കൃതത്തെ അറിയുക എന്നുള്ളതാണ്. അങ്ങനെ നാം സുഹൃതം സംസ്കൃതം എന്ന നാമധേയത്തിൽ സംസ്കൃതം പഠിപ്പിക്കുവാൻ തുടങ്ങി. ഏതാണ്ട് 1 വർഷം 360ഓളം സ്റ്റുഡൻസിനെ നമ്മൾ ഫ്രീ ആയിട്ട് സംസ്കൃതം പഠിപ്പിച്ചു ഓൺലൈനിലൂടെ. ഇതാണ് ആദ്യം നമ്മൾ ചെയ്തത്. 2ാമത്തെ ബാച്ച് ഇപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം അത് ഡോക്ടർ ഉമാ വയപ്പുറം അതേപോലെ തന്നെ ഡോക്ടർ പ്രൊഫസർ മഞ്ജുഷ, ഈ 2 പേരുമാണ് സംസ്കൃതം പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അദ്വൈത ലഹരി എന്ന വേദം മുതൽ പുരാണം വരെ പ്രഗത്ഭനായ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറ്, അദ്ദേഹം തൃക്കൈക്കാട്ടു മഠത്തിലെ അധ്യാപകനും കൂടിയാണ്. സംസ്കൃത കോളേജ് പ്രൊഫസറായിരുന്നു, റിട്ടയർ ചെയ്തു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഈ സനാതന മൂല്യങ്ങളെ വേദം മുതൽ, ആദ്യം 4 വേദങ്ങൾ കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ വേദാംഗങ്ങൾ, പിന്നീട് ഉപനിഷത്തുകൾ. ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന ശ്രീധരൻ ചേട്ടൻ ചോദിക്കേണ്ടായി കഠോപനിഷത്തിനെ കുറിച്ച്. അങ്ങനെയാണ് കഠോപനിഷത്തിനെ കുറിച്ച് നമ്മളുടെ അംഗങ്ങൾക്ക് നല്ല അറിവ് സിദ്ധിച്ചത്. അപ്പോൾ വേദങ്ങൾ, വേദാംഗങ്ങൾ, ഉപനിഷത്തുകൾ, പിന്നെ സ്മൃതികൾ, അതേപോലെ തന്നെ പുരാണം, ഇങ്ങനെ പിന്നെ നമ്മൾ ഭഗവത്ഗീതയും സനത് സുജാതിയുമായി ആയിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏതാണ്ട് 3 വർഷത്തിൽ മുകളിലായി നമ്മൾ അദ്വൈത ലഹരി എന്ന പ്രോഗ്രാം തുടങ്ങിയിട്ട്. അപ്പോൾ സുഹൃതം സംസ്കൃതം, അദ്വൈത ലഹരി, പിന്നീട് സ്വാമിനി ജ്ഞാനാഭനിഷ്ഠ, പാണ്ഡിത്യത്തിൻ്റെ ഒരു അപാരതയാണ്. ആ സ്വാമിനി ദേവി ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളെ വളരെ താത്വികമായി അവലോകനം ചെയ്ത് നമുക്കതിൻ്റെ അന്തസത്ത മനോഹരമായി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും ഒരു ഞായറാഴ്ച സ്വാമിനി മാതാജിയുടെ ക്ലാസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളെ അർത്ഥമറിഞ്ഞ് ഉപാസിക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ അർത്ഥമറിഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് അത് പഠിച്ച് ജീവിതത്തിൽ പാഠമാക്കി നിത്യോപയോഗത്തിന് വേണ്ടിയും നാം അർത്ഥമറിഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന ക്ലാസ്സുകളിലൂടെ അതിൻ്റെ ഒരു എളിയ അധ്യാപകൻ എന്ന ചുമതല എനിക്കാണ് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ സത്സംഗങ്ങൾ, എല്ലാ ശനി ഞായറുകളിൽ നമ്മൾ സത്സംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇന്നൊരു മൈക്രോ ഫാമിലി കോൺസെപ്റ്റാണുള്ളത്. മുത്തശ്ശനും മുത്തശ്ശിയും ആരും കുടുംബത്തിലില്ല. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ TV വെക്കുന്ന സ്വഭാവമാണ്. സഹോദരന്മാരില്ല. അപ്പോൾ ഭാരതീയ സംസ്കൃതി എന്താണ്, ഇത് നശിച്ചു പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആചരണത്തിലൂടെ പ്രചരണം എന്ന് വന്നത്. അപ്പോൾ നമ്മൾ സന്ധ്യയ്ക്ക് സത്സംഗങ്ങൾ നടത്തുകയാണല്ലോ. സത്സംഗാൽ ജായതേ ജ്ഞാനം, സത്സംഗാൽ ലഭ്യതേ സുഖം, സത്സംഗാൽ ക്ഷീയതേ പാപം, സത്സംഗാൽ മോക്ഷണമശ്നതയാണല്ലോ.
അതുകൊണ്ട് തന്നെ അനവധി സത്സംഗങ്ങൾ നമ്മൾ സന്ധ്യയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ രാമായണ മാസം 30 ദിവസവും നമ്മൾ ഒന്നിച്ചിരുന്ന് രാമായണം പാരായണം ചെയ്യുന്നു. വൈശാഖ മാസവും അതേപോലെ നമ്മുടെ ശങ്കരകൃതികളെ ആലപിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു മാസം മുഴുവൻ ആചരിക്കുന്നു. നവരാത്രി 10 ദിവസവും നമ്മൾ ആഘോഷിക്കുന്നു. അതേപോലെ തന്നെ ഈ അതുല്യ ഭാരതം, കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൽ എമ്പാടുമുള്ള പ്രധാനപ്പെട്ട ഉത്സവങ്ങളെ നമ്മൾ ലോകർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അതാണ് അതുല്യ ഭാരതം എന്ന പേരിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ നമ്മൾ ധ്യാനം, മെഡിറ്റേഷൻ ഭംഗിയായിട്ട് നമ്മുടെ എറണാകുളം ചീഫ് കോർഡിനേറ്റർ ശ്രീകലാ മധുവാണ് നടത്തുന്നത്. മെഡിറ്റേഷൻ ക്ലാസ്സുകൾ നടക്കുന്നു. പിന്നീട് അതുകൂടാതെ നമ്മൾ ക്ഷേത്രായനം എന്ന ഒരു സങ്കല്പമുണ്ട്. എന്താണ്? ഭാരതീയ സംസ്കൃതികളുടെ ഉറവിടം എന്ന് പറയുന്ന ക്ഷേത്രങ്ങളാണ്. സംസ്കൃതവും ക്ഷേത്രവും ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ഷേത്രങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും നാശോന്മുഖമായ ക്ഷേത്രങ്ങളെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കുകയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇതിലെല്ലാം ഉപരിയായിട്ട് കുട്ടികൾക്ക് വേണ്ടി നാളെയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭാരതീയ സംസ്കൃതിയെ പറഞ്ഞു കൊടുക്കുവാൻ ബാലശങ്കരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നാം നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഈ പറഞ്ഞ അതിമനോഹരമായിരിക്കുന്ന സനാതന ധർമാമൃതം, ഇന്ന് അതിൻ്റെ മുഖ്യാധ്യക്ഷനായിട്ട് അങ്ങാണ് ഇവിടെ വന്നിരിക്കുന്ന പ്രവാചകനായിട്ട്. അപ്പോൾ പലരിൽ നിന്നും സനാതനധർമ്മം എത്ര കേട്ടാലും മനസ്സിലാവില്ല. പല രീതികളിലാണ്, പല ഭാഷ്യങ്ങളിലാണ്, പല വിധികളിലാണ്. അപ്പോൾ അറിവുള്ളവരിൽ നിന്നും കേട്ട് ഈ പറഞ്ഞതുപോലെ ചരൈവേദി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രവിച്ചുകൊണ്ട് വീണ്ടും ആ അമൃതം, സനാതനധർമ്മത്തെ അതിൻ്റെ അമൃതം മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കുന്നു. അങ്ങനെയാണ് സനാതനധർമാമൃതം എന്ന ഒരു ക്ലാസ്, ഒരു പ്രഭാഷണ പരമ്പര നാം തുടങ്ങി വെച്ചത്. അതിൻ്റെ 9ാമത്തെ ഭാഗമാണ് ഇന്ന്. അതോടൊപ്പം തന്നെ നമ്മൾ ശങ്കരഗ്രാമം എന്ന പദ്ധതിയുണ്ട്. അതായത് ആദ്യമായിട്ട് നമ്മൾ കാലടിക്കടുത്ത് 18 പേരുടങ്ങുന്ന ഒരു ഗ്രാമമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഗ്രാമത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, അവരെ സ്കിൽ ഡെവലപ്മെൻറ്റ്, തന്നെത്താനെ അവർ ജീവിക്കുവാൻ പാകത്തിനാക്കുക. ഇങ്ങനെയാണ് നമ്മളുടെ വിഷൻ. ഇങ്ങനെ അനവധി വിഷനുണ്ട്. ഇതെല്ലാം നമ്മളുടെ കയ്യിൽ നിന്നും പണം ചെലവാക്കി ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മൾ ആരിൽ നിന്നും ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഇതിനകത്തെ മെമ്പേഴ്സും, കോർ ഗ്രൂപ്പ് മെമ്പേഴ്സും, പെർമനൻറ്റ് മെമ്പേഴ്സും, ഫൗണ്ടർ മെമ്പേഴ്സും അല്ലാതെ ആനുവൽ മെമ്പേഴ്സും ഒക്കെ ചേർന്ന് തന്നിരിക്കുന്ന സഹായങ്ങളാണ് നമ്മളെ ഇതുവരെ എത്തിച്ചേർത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ പൂർണ്ണമായിട്ട് നമ്മൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി മുമ്പോട്ട് പോകും എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നാം ഇവിടെ നിൽക്കുന്നത്. ഞാൻ കൂടുതൽ വാഗ്ധോരണികളൊന്നും ഇല്ല. ഞാനിവിടെ നിർത്തിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ശ്രീധരൻ നമ്പൂതിരി വേദിയിലേക്ക് വളരെ ബഹുമാനപൂർവ്വം ഇന്നത്തെ പ്രഭാഷണത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം ചേട്ടാ. വളരെ വിശദമായി തന്നെ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് വിശദീകരിച്ചു. ഇവിടെ കറണ്ട് പോയി, അത് കാരണമാണ് ഇടയ്ക്കൊന്ന് ഞാനൊന്ന് വിട്ടുപോയി. എന്നാലും നമുക്ക് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആരാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന പ്രഭാഷകൻ, അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ബയോഡേറ്റ എനിക്ക് ആകസ്മികമായി എൻ്റെ കയ്യിൽ ലഭിക്കുകയുണ്ടായി. പണ്ട് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ്, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, അദ്ദേഹം 18ഓളം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഡോക്ടർ ശ്രീധരൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ എന്നൊരു 12-13ഓളം പേജുകളുണ്ട്. അപ്പോൾ അത് കണ്ട് കിളിപോയിരിക്കുകയാണ് ഞാൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൽ നിന്ന് ഇവിടെ ഇന്നും കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്ന് വ്യക്തികൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ചെറിയൊരു ഭാഗം, കാരണം ഇത് പറയണമെങ്കിൽ തന്നെ 1 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് സന്നിഹിതനായിരിക്കുന്ന ഡോക്ടർ ശ്രീധരൻ നമ്പൂതിരി PE, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സ്പൈൻ സർജൻ ആണ്. അദ്ദേഹം കോവൈ മെഡിക്കൽ സെന്റർ ആൻഡ് ഹോസ്പിറ്റൽ, കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്നു. 1993 MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS പാസ്സായ അദ്ദേഹം മധുരൈ മെഡിക്കൽ കോളേജിൽ നിന്നും 1999 MS ഓർത്തോപെഡിക്സ് സ്പൈനൽ ഓർത്തോപെഡിക്സ് സർജനായി. അതിനുശേഷം സ്പൈനൽ ഫെലോഷിപ്പ് ലഭിച്ചിരിക്കുന്ന അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചിയിൽ നിന്നാണ് 2003. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്പൈനൽ സർജറിയും മോഡേൺ അല്ലെങ്കിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് സയന്റിഫിക് കൺസെപ്റ്റിൽ കൂടെ ശരിയാക്കുമെന്ന ഒരു വിദഗ്ധനാണ്. കാരണം ഭാരതമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു വിശകരനാണ് ഡോക്ടർ ശ്രീധരൻ നമ്പൂതിരി. 2004-2009 സെന്റ് ഗ്രിഗോറിയസ് മിഷൻ ഹോസ്പിറ്റൽ പരിമരയിലും കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജനായിട്ട് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കരിയർ പിന്നീട് ഇങ്ങോട്ട് സമരിട്ടൻ ഹോസ്പിറ്റൽ പഴങ്ങനാട്, ആലുവ, അവിടെ നിന്ന് പിന്നെ ഇപ്പോൾ കോവൈ മെഡിക്കൽ സെന്ററിലേക്ക് എത്തി നിൽക്കുകയാണ്.
വളരെ കറണ്ട് പോയത് കാരണം ഞാൻ എഴുതി വെച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ കൂടി ഞാനിവിടെ അത് എനിക്ക് തോന്നുന്നു നിരവധി അവാർഡുകളും അദ്ദേഹത്തിന് ആദരവൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം പറയാനുള്ളത് തമിഴ്നാട് ഓർത്തോപെഡിക് അസോസിയേഷന്റെ സ്റ്റേറ്റ് കോൺഫറൻസിൽ അദ്ദേഹത്തിന് ഗോൾഡ് മെഡലിന് അർഹനായിട്ടുണ്ട്. അതേപോലെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്പൈൻ ഫെലോഷിപ്പ് ഡയറക്ടറായി 2011 മുതൽ ഇപ്പോഴും അത് തുടരുന്നു. നിരവധി പുരസ്കാരങ്ങൾ, നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അദ്ദേഹം ഓർത്തോപെഡിക് സ്പൈനൽ സർജറി വിദഗ്ധനാണ്. അതേപോലെ തന്നെ അത് കൂടാതെയാണ് ഇപ്പൊ കഠോപനിഷത്തിനെ കുറിച്ച് അദ്ദേഹം മുമ്പ് സംസാരിക്കുകയുണ്ടായി. ആചാര്യസ്വാമികളെ സ്വപ്നത്തിൽ ദർശിച്ചു എന്നുള്ളത്. അതിനുശേഷം അദ്ദേഹം കഠോപനിഷത്തിന് സ്പെഷ്യലൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു 3000ഓളം പുസ്തകങ്ങൾ, കഠോപനിഷത്തിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ അദ്ദേഹം നാം എന്നൊരു പരിപാടി നമ്മുടെ ഇവിടെ വെച്ച് നടന്നിരുന്നു. അതിൽ അദ്ദേഹം വിതരണം ചെയ്യുകയുണ്ടായി. ഇപ്പോഴും അത് അഭംഗുരം തുടരുകയാണത്. അതായത് കഠോപനിഷത്തിനെ കുറിച്ചുള്ള. അപ്പോൾ അതിനോടുള്ള സ്പെഷ്യലിസ്റ്റ്, അതിനോടുള്ള മോഹം, അതാണ് ഇന്നിവിടെ നമ്മുടെ ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. വളരെ താഴ്മയോടെ, വളരെ ബഹുമാനത്തോടെ, വളരെ ആദരവോടുകൂടി ഇന്നത്തെ ഈ ഒരു പ്രഭാഷണത്തിലേക്ക് ഡോക്ടർ ശ്രീധരൻ നമ്പൂതിരി PE-നെ ഞാൻ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചു കൊടുക്കുന്നു. ജയശങ്കര. ഈ കറണ്ട് പോയത് കണ്ടാണ് ചില കാര്യങ്ങൾ വിട്ടുപോയത്. കുറെ അധികം പറയാനുണ്ടായിരുന്നു. അത് മതി. അപ്പോഴേ നമ്മള് 20 മിനിറ്റ് പോയി ഓൾറെഡി ഇതില്. സോ അപ്പൊ നിങ്ങള് എല്ലാവരും തന്നെ ഈ കഠോപനിഷത്ത് ഒരുവിധം അറിയാവുന്ന ആളുകളാണ് അല്ലേ? സോ നമ്മള് അതിന്റെ അനാലിസിസ് ഡിസ്കഷൻ പാർട്ടിലേക്ക് പോകാം എന്ന് എനിക്ക് തോന്നുന്നു. കഠോപനിഷത്ത് ആസച്ച് നമ്മള് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലേ? പ്ലാൻ ചെയ്തിരിക്കുന്ന അതുപോലെ സംസാരിക്കാം. കാരണം ഇന്ററാക്റ്റീവ് സെഷൻ കുറച്ച് ഞാൻ അതിന്റെ ഒരു അനാലിസിസ് പോലെ നമുക്ക് മുന്നോട്ട് പോകാം. കാരണം എല്ലാവരും തന്നെ വളരെ അറിവുള്ള ആളുകളാണ്. അപ്പൊ വാട്ട്സ് ഇൻട്രസ്റ്റിംഗ് ടു മീ ഈസ് ഈ കഠോപനിഷത്ത് തുടങ്ങുന്ന അതിന്റെ ശാന്തി മന്ത്രം തന്നെയാണ്. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വി നാവധീതമസ്തു മാ വിദ്യുഷാവഹൈ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ സ്കൂളുകളിലും ഒക്കെ പ്രത്യേകിച്ച് ഇത് പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. ഗുരുവും ശിഷ്യനും ഒരുമിച്ച്, ഒരേ തലത്തിൽ നിന്നാണ് ഈ ഇത് കഠോപനിഷത്ത് പഠിപ്പിക്കാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ ഗുരു മുകളിൽ കയറിയിരുന്നു, ശിഷ്യൻ ഞാൻ പറയുന്നതല്ല നീ പഠിക്കണം കേൾക്കണം എന്നുള്ള ഒരു ഇതില്ല. രണ്ടുപേരും ഒരു ഈക്വൽ തലത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളതാണ് വളരെ വളരെ രസകരമായി തോന്നുന്നു. നമുക്ക് പല പ്രശ്നങ്ങൾ സ്കൂളുകളിലെയും ഒക്കെ പല പ്രശ്നങ്ങളും നമ്മൾ ഈ ശാന്തി മന്ത്രത്തിലൂടെ തന്നെ പരിഹൃതമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാ വിദ്യുഷാവഹൈ. പക്ഷെ അതാ പലപ്പോഴും എനിക്ക് പലപ്പോഴും രസകരമായി അന്നത്തെ കാലത്തും ഇവരിങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നും. എന്തായാലും നമുക്ക് ഉദ്ദേശത്തിലേക്ക് പോകാം. ഈ നമ്മൾ അത് ശരിക്കും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ ഒരു കുറച്ചുകൂടി ഒരു മനസ്സിലാക്കാൻ എളുപ്പത്തിൽ 5 തലങ്ങൾ, നമുക്കൊരു 5 തലങ്ങൾ 5 ലെവൽ. ഞാനൊരു കുറച്ച് നോട്ട്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലൊക്കെ നോക്കിയിരുന്നോ എന്ന് എനിക്കറിയില്ല. അപ്പോ അയച്ചിരുന്നു. അപ്പൊ ആരെങ്കിലൊക്കെ നോക്കിയാണോ അതിന്റെ ആ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് നല്ലതായിട്ട്. ഒന്നാമതേ തുടക്കം തന്നെ നമ്മൾ നോക്കൂ. ഉഷൻ എന്നുള്ള തുടങ്ങി. ഉഷൻ ഹവൈ വാജശ്രവസ സർവ വേദസംജതോ തസ്യഹ നചികേത നാമ പുത്ര ആസ എന്ന് പറഞ്ഞാണ് അപ്പൊ ഉപനിഷത്ത് തുടങ്ങുന്നത്. ഓം എന്ന് വെച്ചോ. ഇപ്പൊ ഈ ഓം എന്നുള്ള ബ്രഹ്മം തന്നെയാണ് നമ്മളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓം എന്ന് തുടങ്ങണം. അപ്പോ ഉഷൻ എന്നുള്ള ആ വാക്ക് എനിക്ക് പലപ്പോഴും അത്ഭുതമായിട്ട് തോന്നിയത് ഈ പുസ്തകങ്ങളുടെ എല്ലാം കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. നമ്മുടെ ഭാരതീയ ഈ സ്ക്രിപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ കൺസിസ്റ്റൻസി, അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ അതിൽ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ പല പുസ്തകങ്ങൾ നമ്മൾ അതിൽ പറയുന്ന ഒന്നായിരിക്കാം, പക്ഷെ ആ പുസ്തകം ആക്ച്വലി ചെയ്യുന്നത് വളരെ വേറെ ഒരു ഒന്നായിരിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയില്ല. തുടക്കവും അതിലൂടെ ത്രൂ ഔട്ട് നമ്മൾ അതിലൂടെ കാണുന്നതും അതിൽ തീരുന്നതും എല്ലാം ഒരുപോലെ ആയിരിക്കും. ഇപ്പൊ തുടക്കം നമ്മള് കുശൻ ആഗ്രഹിക്കുന്നവനായിട്ട് ഇദ്ദേഹം കർമ്മങ്ങളൊക്കെ ചെയ്തു, വളരെ വലിയ കാര്യങ്ങളാണ്, യാഗമൊക്കെ ചെയ്തു. പക്ഷെ അത് ആഗ്രഹിക്കുന്നവനായിട്ട് സ്വർഗകാമോ ചെയ്ത ഇദ്ദേഹം ഒരു ഫലങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഇദ്ദേഹം ചെയ്തു. അതാണ് അതില് പ്രശ്നം. അപ്പൊ ആ കർമ്മം ഇത്രയൊക്കെ അദ്ദേഹം വളരെ നല്ലതാണ്. യാഗങ്ങളെ എല്ലാം ഡൊണേറ്റ് ചെയ്യുന്ന, ദാനം ചെയ്യുന്ന, യാഗം ചെയ്തിട്ട് അദ്ദേഹത്തിന് സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം. അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം, യമൻ തന്നെ പറയുന്നുണ്ട്, ഓ നിന്റെ പ്രായത്തിൽ ഞാൻ ഇതുപോലെ ഈ ശ്രേയസ്സിന് വേണ്ടി പരിശ്രമിച്ചിരുന്നെങ്കിൽ, ഈ
നിത്യമായ ഒന്നിനു വേണ്ടി ഞാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോ സമാധാനമായിട്ട് ഇരിക്കായിരുന്നു എന്ന് യമൻ തന്നെ ഈ ഇതിൽ പറയുന്നുണ്ടെന്നുള്ളതാണ്. ഇതിൽ വേറൊരു രസകരമായ വസ്തു, ഇതില് ഈ കഠോപനിഷത്ത് ഉപദേശിക്കുന്നത് യമനാണ്. ഇപ്പൊ വലിയ സന്യാസിമാരൊപ്പം നമ്മുടെ വലിയ ബ്രഹ്മജ്ഞാനി എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പൊ യാജ്ഞവൽക്കനോ അതുപോലുള്ള ആളുകളൊന്നും അല്ല. ഇത് വളരെ തിരക്കിട്ട് ഓടി നടന്ന നിത്യ ജീവിതത്തിൽ തിരക്കിട്ട് ഓടി നടന്ന അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള് യമനാണ് ഈ ഉപനിഷത്ത് ഉപദേശിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമുക്ക് നചികേതസിന്റെ സ്വഭാവ വിശേഷങ്ങളാണ് എനിക്ക് പലപ്പോഴും അത് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. കാരണം നമ്മൾ നചികേതസ് അങ്ങനെ വലിയ ഈ പറഞ്ഞ പോലെ ജ്ഞാനിയോ തപസ് ചെയ്തിട്ടുള്ള ആളോ വർഷങ്ങളോളം അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ഈ ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിച്ച ആളോ ഒന്നും അല്ല. ശരിക്കും അങ്ങനെയുള്ള ഒരാളല്ല. അത് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ പെക്യുലർ ആയിട്ടുള്ള കുറച്ച് സ്വഭാവ വിഷയം, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ നമുക്ക് ഹൃദയസ്പർശിയായിട്ടുള്ള കുറച്ച് സ്വഭാവ വിശേഷങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ അൾട്ടിമേറ്റ് ജ്ഞാനം നേടിയെടുക്കുന്നത്, ഈശ്വര സാക്ഷാത്കാരം നേടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിലെ ഒരു പോയിന്റ്. ഇപ്പോ നചികേതസ് ശരിക്കും എൻ്റെ അച്ഛനോടുള്ള സ്നേഹമാണ് അതിൽ ഒന്നാമത്തെ കാര്യം. എൻ്റെ അച്ഛന് എന്ത് പറ്റും? അപ്പൊ ആദ്യം തന്നെ അദ്ദേഹത്തിന് ഈ എല്ലാ കാര്യങ്ങളിലും ഈ ശാസ്ത്രത്തിലും അതുപോലെ ഗുരുവാക്യങ്ങളിലും എല്ലാം വിശ്വാസമുണ്ട്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ പലർക്കും അതാണ് പ്രശ്നം. ഇതൊക്കെ നമുക്ക് മനസ്സിലാവാത്തതിന്റെ കാര്യം അവർക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ശാസ്ത്രത്തിലും ഈ ഗ്രന്ഥങ്ങളിലും സ്ക്രിപ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഗുരുവാക്യങ്ങളിലും എല്ലാം ഉള്ള ആ വിശ്വാസം, അത് ഉറപ്പായിട്ടും അത് തന്നെ സംഭവിക്കും എന്നുള്ള ആ വിശ്വാസമില്ലായ്മ അതാണ് പലർക്കും ഉള്ള കുഴപ്പം. നമ്മൾ ഏത് ശാസ്ത്രം പഠിച്ചാലും, ഇപ്പൊ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഒക്കെ ശ്രദ്ധ വേണം. ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് നോളജ് കിട്ടുകയുള്ളൂ. പിന്നെ അപ്പൊ അച്ഛനോടുള്ള സ്നേഹം അതാണ് നമ്മളുടെയൊക്കെ വീട്ടിലുണ്ട്. അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് എത്തുന്നു. അച്ഛനുമായിട്ടുള്ള തന്നെ കോൺഫ്ലിക്റ്റിൽ ഒരു കോൺഫ്ലിക്റ്റ് എത്തുന്നു. പിന്നെ ഇവൻ വെളിയിൽ പോകുന്നു, വിദേശത്ത് പോകുന്നു. പക്ഷെ അവിടെ അച്ഛൻ നൽകിയ ആ മൂല്യങ്ങൾ, അച്ഛനിൽ നിന്നും കിട്ടിയ മൂല്യങ്ങൾ തന്നെ അവനെ വളരെ വലിയ ഒരാളാക്കി മാറ്റുന്നു. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഈ ഉപനിഷത്തുക്കള് പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്കൊന്നും ആവശ്യമില്ല, കുറച്ച് നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിലൊന്നും വലിയ കാര്യമില്ല. നിത്യജീവിതത്തില് ദിസ് ഈസ് വെരി പ്രാക്ടിക്കൽ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ള കാര്യമാണ്. ജീവിതത്തിൽ എപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രാക്ടിക്കൽ ഓരോ ഇതിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഇവൻ പോയി ഇപ്പൊ നചികേതസിന്റെ സഹനശക്തിയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും നമുക്ക് ആർക്ക് വേണമെങ്കിലും അച്ചീവ് ചെയ്യുന്ന ഒരു കുട്ടിയെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. വലിയ വേദാന്തമൊന്നും പഠിപ്പിക്കുന്നില്ല. കാര്യങ്ങളിൽ ഇതുപോലെ ശ്രദ്ധ വേണം, പിന്നെ സഹനശക്തിയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും ഒക്കെ വേണം. ഇതൊക്കെ അവരെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ മതി, എന്താണോ നേടേണ്ടത് അവര് നേടിക്കഴിയും. പിന്നെ കുറച്ചൊരു കാര്യം നമ്മുടെ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാവുന്ന കാര്യം, ശ്രേയസ്. അവർക്ക് താൽക്കാലികമായ ഭൗതികമായ നേട്ടങ്ങളെക്കാളേറെ അവർക്ക് കുറച്ചുകൂടി ശാശ്വതമായ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി, ആത്യന്തികമായ ശാന്തിക്ക് വേണ്ടി അവർ ശ്രമിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ ഇതിൽ നിന്നും നചികേതസിൽ നിന്ന് നമുക്ക് പഠിക്കാം. കുട്ടികൾ നമുക്ക് പഠിപ്പിക്കാവുന്ന ഒരു കാര്യം. ഇതിനൊക്കെ പുറമെ വെരി ഇൻട്രസ്റ്റിംഗ് ഈസ് ക്യൂരിയോസിറ്റി. നമ്മളിപ്പോൾ ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളോ വലിയ യൂണിവേഴ്സിറ്റിയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ വൺ ഓഫ് ദി തിങ് വിച്ച് ദേ ലുക്ക് ഈസ് ക്യൂരിയോസിറ്റി. പിന്നെ നാച്ചുറലായിട്ട് ഇവനൊരു സാമാന്യ ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ട്, പ്ലസ് ക്യൂരിയോസിറ്റി ഉണ്ടോ, ഇവൻ ജീവിതത്തിൽ രക്ഷപ്പെടും. അതായത് ജിജ്ഞാസ. ഒരു കാര്യം എന്താണ് സംഭവിക്കുന്നത്, സാധാരണ കാര്യങ്ങൾ തന്നെ എന്താണ് സംഭവിക്കുക, എന്തുകൊണ്ടാണ് സംഭവിക്കുക എന്നുള്ള ആ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ നചികേതസ് എന്ന കുട്ടിയല്ലാണ്ട് വേറെ ഒന്നും വളരെ നമുക്കൊക്കെ സാധാരണ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു സാധാരണ നമ്മൾ ഈ ഭൗതികമായി നമ്മൾ ഈ തിരക്കിനിടയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും നചികേതസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. നമുക്കത് മാതൃകയാക്കാൻ എളുപ്പമാണ്. അതാണ് ഈ കഠോപനിഷത്തിന്റെ തന്നെ ഞാൻ ജ്യോതിഷ് പറഞ്ഞ പോലെ അത് തന്നെ സ്പെഷ്യലൈസ് ചെയ്യാവുന്നത് തന്നെ നമുക്ക്
എല്ലാവരിലേക്കും അതിന്റെ സന്ദേശം എത്തിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ബൃഹദാരണ്യ ഉപനിഷത്തിലേക്ക് പോയി. അതിലെ ആളുകളെ ലെവലിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. ഡിസ്കഷൻസ് ആർ മച്ച് ഹയർ. അത് ശരിക്കും സന്യാസിമാർ, ജ്ഞാനിമാർ, ബ്രഹ്മജ്ഞാനികൾ ആളുകൾ തമ്മിലുള്ള ഉള്ള തർക്കങ്ങൾ, അത് നമുക്കൊന്നും ആ തലത്തിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ നചികേതസിന്റെ തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയ ആ തലത്തിലേക്ക് വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മള് ഇനി ഇതിൽ പിന്നെ ഈ ക്വാളിറ്റീസിലൂടെ പോയി ആത്മാവ് എന്താണ്, ആത്മാവ് എന്താണെന്ന് ഒരിടത്തും പറയുന്നില്ല. നമുക്ക് എല്ലാം അറിയാം, ഒരിടത്തും അത് പറയാൻ പറ്റില്ല. വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ആ ഒന്നാണ്. എന്നാൽ ഉള്ളിലുള്ള ആ ആത്മാവാണ് എല്ലാത്തിലും ഉള്ളത് ആത്മാവാണ്. അത് തന്നെയാണ് തൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരിടത്ത് പലതില്ല. നേഹ നാനാസ്തി കിഞ്ചന. നമ്മൾ അത്ഭുതകരമാണ് അല്ലെ? നമ്മളുടെ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഉപനിഷത്താണ് അതിന്റെ സനാതന ധർമ്മത്തിന്റെ ശരിക്കും സത്തയായിട്ടിരിക്കുന്നത്. ഈ ഉപനിഷത്തിൽ പറയുന്ന ഈ ഒന്ന് ഇത് തന്നെയാണ് നമ്മളുടെ ഇപ്പോൾ ഭരണഘടന എടുത്താലും നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾ അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനമായിട്ടിരിക്കുന്നത് ശരിക്കും ഉപനിഷത്തുകളാണ്, ഉപനിഷത്ത് സന്ദേശമാണ്. നൈഹ നാനാസ്തി കിഞ്ചന എന്നുള്ള കാര്യം നമ്മൾ അതിലേക്ക് വരുന്നു. പിന്നെ എങ്ങനെയാണ് ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് ഈ ഉപനിഷത്തിലെ ഒരു കാര്യം. അത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഈ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടോ യാതൊരു വിധത്തിലും ഇതൊന്നും വഴികളല്ല. കർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ ഒന്നും ജ്ഞാനം നമുക്ക് കിട്ടുന്നില്ല. ജ്ഞാനം വെച്ചാൽ ഇവിടെ നമ്മൾ ആത്മജ്ഞാനം അല്ലെങ്കിൽ എന്താണ് ആത്മാവ്, സർവവും ഈശ്വരനാണെന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ അതിനുള്ള വഴി നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി മനസ്സിനെ അടക്കി കഴിയുമ്പോൾ ആത്മാവ് സ്വയം വെളിവാകും. ആത്മാവിനെ വരിക്കുന്നവന് ആത്മാവ് സ്വയം വെളിവാകും. അതാണ് കാര്യം. നമ്മളിപ്പോ അത് വളരെയധികം ഇപ്പൊ നമ്മൾ പഠിച്ച ഒരാൾക്ക് ആത്മജ്ഞാനം ഉണ്ടാകണമെന്നില്ല. പിന്നെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് എന്താണ് പ്രയോജനം? പരമമായ ശാന്തിയാണ്. അതുകൊണ്ട് ആകെ കിട്ടാൻ പോകുന്നത് നമുക്ക് ശാന്തിയാണ്. നിങ്ങൾക്ക് ശാന്തി വേണമോ? നിങ്ങൾ ഈ ആത്മജ്ഞാനം ഉണ്ടാകുക എന്നുള്ളതാണ് അതിൻ്റെ വഴി. നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഓരോ അതിൻ്റെ അധ്യായങ്ങളിലേക്ക് പോയാലോ നമുക്കറിയാം. 2 അധ്യായങ്ങളാണ്. 2 അധ്യായങ്ങളിലായിട്ട് 6 വല്ലികളാണുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പൂർവികര് ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ പുസ്തകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അന്ന് ശരിക്കും വേറെ ലോകത്തിന്റെ മറ്റ് പലയിടത്ത് ഉള്ളവര് ഒരുപക്ഷെ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. നമ്മളിപ്പോ ഈ കോൺഫറൻസ് എന്ന് പറയുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ അമേരിക്കയിൽ നിന്നുള്ള പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകം, കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് 26 വോള്യങ്ങളുടെ ഒരു പുസ്തകം ഇപ്പൊ നിർത്തി. 2015 ഒരു പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ ഒരു ഹൈസ്കൂൾ കുട്ടികൾക്ക് കൊണ്ട് ഒരു പുസ്തകമുണ്ട്. അതിൽ ഇൻഡോളജി വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള അവര് ഈ അവിടുന്ന് അവർ എഴുതിയിട്ടുണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു വലിയ നാഗരിക സംസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പൊ നമ്മളുടെ ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് ഈ ഒരു കഠോപനിഷത്തിന്റെ അതിന്റെയൊക്കെ ആ സ്ട്രക്ചർ നമ്മൾ നോക്കൂ. 2 അധ്യായങ്ങള്, 3 അതിൽ 3 വല്ലികള്, ആകെ 6 വല്ലിയായിട്ടാണ് അതിന്റെ തുടക്കവും അതിന്റെ എക്സ്പാൻഷനും പിന്നെ ആ ഉടുക്കവും വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ കെട്ടത് 117 ശ്ലോകങ്ങളേ ഉള്ളൂ. അതിലൂടെ അത് എല്ലാം പറഞ്ഞ് നമുക്ക് വളരെ സ്ട്രക്ചറായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെന്നാണ് അത്ഭുതം. നമ്മളുടെ പൂർവികരെ ഓർത്ത് നമുക്ക് അഭിമാനം കൊള്ളാൻ പറ്റുന്നത്. പിന്നെ ഈ പ്രലോഭനങ്ങളെ എങ്ങനെ നേരിടണം? ഞാൻ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഈ ഒരു കഠോപനിഷത്ത് തന്നെ മാത്രം നമ്മൾ നമ്മുടെ സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിപ്പിച്ച് പഠിച്ച കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ പറയുന്ന ഡ്രഗ് അഡിക്ഷനോ ഈ പറയുന്ന MDMA അല്ലെങ്കിൽ ആൽക്കഹോൾ ഇതൊന്നും കുട്ടികൾ സ്വീകരിക്കാൻ പോകുന്നില്ല. ലവ് ജിഹാദ് ഒരു കാര്യം ഒന്നും പ്രശ്നമുണ്ട്. ഒരൊറ്റ കാര്യം ഇതുണ്ടല്ലോ. ഇപ്പൊ നചികേതസ് ചെയ്യുന്ന കാര്യം, നചികേതസിന് യമൻ ഇങ്ങനെ മോനെ നീ മരണത്തിന്റെ ആ രഹസ്യം മാത്രം ചോദിക്കരുത്, വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നചികേതസ് പറയുന്നുണ്ട്, തവൈവ വാഹാസ്തവ നൃത്യഗീതേ, ആ കുതിരകളും പാട്ടും നൃത്തവും എല്ലാം അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ. നമ്മൾ എന്ത് പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ നേരിടണം, ഇത്ര വൃത്തിയായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഇത്ര സിമ്പിളായിട്ട്, ഇത്ര കുറച്ച് വാക്കുകളിൽ, ഇത്ര മനോഹരമായ ഒരു കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് വേറെ ഒന്നുമില്ല. നമുക്ക് വേറെ ഒന്നും തേടിപ്പോകേണ്ട
കാര്യമല്ല. കുട്ടികളെ നമ്മൾ ഈ ഒരു 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 കഠോപനിഷത്ത് മാത്രം പഠിപ്പിച്ചിട്ട് കുട്ടികളെ എല്ലാം ചെറുപ്പത്തിലേ പഠിപ്പിച്ച് വിട്ടാൽ വളരെയധികം പ്രശ്നങ്ങൾ നമ്മൾ ഇന്നത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ ഉറപ്പായിട്ടും സാധിക്കും. അപ്പോൾ പ്രലോഭനങ്ങൾ വരുമ്പോൾ അവയെ എങ്ങനെ നേരിടണം അതെല്ലാം താൻ തന്നെ വെച്ചാൽ മതി. എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആ ഒരു ട്രെയിനിങ് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് നമുക്ക് കൊടുത്തുവിടാൻ സാധിക്കും. ഇപ്പൊ ഇതിൽ പിന്നെ അതുപോലെ ആത്മാവ് ആർക്കാണ് വെളിവാകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവിനെ വരിക്കുന്നവന് ആത്മാവ് കിട്ടും, അത്രേ ഉള്ളൂ. തനിക്ക് ആത്മാവ് വേണം, ആത്മജ്ഞാനം തന്നെയാണ് തനിക്ക് ആവശ്യം, ആത്മാവിനെ തന്നെ എനിക്ക് അറിയണം എന്നുള്ളതാണ് അത് കിട്ടും. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അത് അറിയാതെ നമ്മൾ ചോദ്യം ചോദിച്ചോണ്ട് തർക്കിച്ചുകൊണ്ടിരുന്നാൽ അതിട്ട് കിട്ടാനും പോലെ എത്ര എന്തുമാത്രം വായിച്ചു, എന്തുമാത്രം തർക്കിച്ചു, നമ്മൾ സംശയിച്ചു അസ്ഥി ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു നമ്മൾ സംശയം ഉണ്ടെങ്കിൽ കിട്ടാൻ പോകുന്നില്ല. ഉണ്ട് എന്ന് ഉറപ്പാക്കൂ, ആ ആത്മാവിനെ തന്നെ വരിക്കൂ, അതിനുവേണ്ടി മനസ്സിനെ നമ്മൾ അടക്കൂ. നിങ്ങൾക്ക് ആത്മാവ് നിങ്ങൾക്ക് വെളിവാകും, ആത്മാവ് നിങ്ങളെയും വരിക്കും എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ഇപ്പോൾ ഇടയ്ക്ക് ഓം എന്നുള്ളതിൻ്റെ ആ പ്രാധാന്യം, ഓം എന്നുള്ള ബ്രഹ്മം തന്നെയാണ്. ഓം തത് സത് ഭഗവത്ഗീത പറയുന്നല്ലോ, ഇത് മൂന്നും ബ്രഹ്മവാചകങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓം തത്സൽ എല്ലാത്തിനും ഓം തത്സൽ, ഓം തത് സത്, ഓം തത് സത്, ഓം തത്സൽ അങ്ങനെ അത് പറഞ്ഞ എല്ലാ നമ്മൾ ദാനങ്ങളും എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ്. ഓം എന്നുള്ള അത് ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നുള്ള വഴി, അല്ലെങ്കിൽ ബ്രഹ്മം തന്നെയാണ് ഓം എന്നുള്ളത്. പിന്നെ ആത്മാവും ജീവനും ഇത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മൾ ഇതിൽ ഒരു ആദ്യം തന്നെ പറയുന്നുണ്ട് ഈ ആത്മാവും മുണ്ടകോപനിഷത്തിലെ ആ ഒരു പിക്ചർ, ആത്മാവും ജീവൻ, രണ്ട് പക്ഷികൾ, രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് പക്ഷികള്. പക്ഷെ ഒന്ന് ആഹാരമെല്ലാം കഴിക്കുന്നു, മറ്റവൻ കഴിക്കുന്നില്ല. പക്ഷെ കഴിക്കാത്തവനാണ് ശക്തിയുള്ളത്, കഴിക്കുന്നവൻ വളരെ വീക്കായിട്ട് വളരെ ക്ഷീണിതനായിട്ട് കാണപ്പെടുന്നു എന്നുള്ള. അപ്പൊ ഈ കഴിക്കുന്നവൻ ശരിക്കും അത് ജീവനും, കഴിക്കാത്തവൻ അത് ആത്മാവുമാണ്. ആ ആത്മാവിൻ്റെ ഒരു നിഴൽ എന്ന് പറയാം, നിഴലാണ് ശരിക്കും ജീവൻ എന്നുള്ള കാര്യം പറഞ്ഞാണ് ഈ മൂന്നാമത്തെ വല്ലി തുടങ്ങുന്നത്. അതിനുശേഷം വളരെ ആശ്ചര്യപ്പെടുത്തുന്ന പുസ്തകം ഞാൻ പറഞ്ഞില്ല, സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. നമുക്ക് ഈ എന്തിനാണ് ഈ ആത്മാനം രചനം വിധി എന്നുള്ള ആ ഒരു ശ്ലോകം അവിടെ പഠിപ്പിക്കുന്നത്? ഒരു കുട്ടിയെ അവിടെ നമ്മൾ നമ്മൾ എപ്പോഴും ഈ കഠോപനിഷത്ത് പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മനസ്സ് കാട് കയറിയപ്പോൾ പുസ്തകത്തിന്റെ പ്രശ്നമല്ല. പുസ്തകം ഇത് വളരെ കെടുകെട്ടിയുണ്ടോ, നമുക്കൊന്നും മനസ്സിലാവില്ല എന്ന് നമുക്ക് തോന്നും. പുസ്തകം കെടുകെട്ടിയല്ല, വളരെ സിമ്പിളാണ്. ഒരു കുട്ടിക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ശരിക്കും നമ്മൾ കാട് കയറി പോകുന്നതാണ് ഇതിലെ പ്രശ്നം. നമുക്ക് മനസ്സിലാവാൻ താമസം വരുമ്പോഴൊക്കെ എളുപ്പം നമ്മൾ ഒരു കുട്ടിയുടെ തലത്തിലേക്ക് വീണ്ടും നമ്മൾ പോവുക. ഇതൊരു കുട്ടിക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ പരിചയസമ്പന്നനായ ഒരു അധ്യാപകൻ എഴുതി വെച്ചിരിക്കുന്നതാണ്, പറഞ്ഞു കൊടുക്കുന്നതാണ് എന്നുള്ള, ഒരു പ്രൊഫസർ ഒരു കൊച്ചുകുട്ടിയെ പറഞ്ഞു കൊടുക്കുന്നതാണെന്നുള്ള ഇത് നമ്മൾ ആ നിലയിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ, ആ തലത്തിലേക്ക് നമ്മൾ ആ നിലപാടിലേക്ക് നമ്മൾ വന്നാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോ ഇവന് കാര്യങ്ങൾ പിടികിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം ഇതിന്റെ സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കും. ഞങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള ആദ്യം അനാട്ടമി, സർജറി ചെയ്യണമെങ്കിൽ ആദ്യം സർജിക്കൽ അനാട്ടമി പഠിപ്പിക്കും. എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടാലേ നമുക്ക് പിന്നെ എങ്ങനെ സർജറി ചെയ്യണമെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ ഈ ആത്മാനുരചനം വിത്ത് ഈ സ്ട്രക്ചർ കൊണ്ട് വെച്ചിരിക്കുന്നത് എന്നിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിനെ എന്നിട്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും എല്ലാം അടക്കി അവസാനം നമ്മൾ അത് അടക്കി കഴിയുമ്പോൾ എന്താണ് വെളിവാകുന്നത്, അതാണ് ആത്മാവ്. അപ്പൊ അതിന് പറഞ്ഞ ആദ്യം അതിന്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം പറഞ്ഞു മനസ്സിലാക്കണം. ആത്മാനം രചനം വിധി, ശരീരം രഥമേവജ, ബുദ്ധിം ദുസാരഥ്യം വിധി, മനഃപ്രഗ്രഹമേവജ, ഇന്ദ്രിയാണി ഹയാനാഹുഷ്, വിഷയാംശേഷു ഗോചരൻ, ആത്മീയേന്ദ്രിയ മനോയുക്തം, ഭോക്തേത്യാഹുർ മനീഷ്ണ. ഇത് ഒരു കാര്യം വെച്ചാൽ ഞാൻ ആ നോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭഗവത്ഗീതയുടെ ഒരു സന്ദേശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല വാട്സാപ്പ് മെസ്സേജിലൊക്കെയാണ്. അപ്പൊ ഭഗവത്ഗീത രഥവും അതിലിരിക്കുന്ന ഭഗവാനും ഒക്കെ കാണി. പക്ഷെ ആ ഒരു പിക്ചറുടെ കുറച്ചൊരു വ്യത്യാസമുണ്ട് കേട്ടോ, ഇത് നമ്മൾ ശ്രദ്ധിക്കണത്. സോ ദാറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി ദ സെയിം. പിന്നെ നമ്മൾ ഇതിന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം അടക്കി ആത്മാവ് നമുക്ക് വെളിവാകുന്നു എന്നുള്ള കാര്യമാണ്.
ആം, അടുത്ത പല്ലിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യം, ഈശ്വരനെ അന്വേഷിച്ച് നമ്മൾ വെളിയിൽ ഒരിടത്തും പോകേണ്ട കാര്യമില്ല. ഈശ്വരനെ അന്വേഷിച്ച് ഈശ്വരനെ നമ്മൾ തേടേണ്ടത് നമ്മളിൽ തന്നെ ആണ് എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഈശ്വരനെ അന്വേഷിച്ച് വെളിയിൽ പോകേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാത്തിൻ്റെയും ഉള്ളിലിരുന്ന് പ്രവർത്തന ശക്തിയാകുന്നത് ആ ഈശ്വരൻ, ആത്മാവ്, ബ്രഹ്മം തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ നേഹ നാനാസ്തി ചിന്തന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ അത്ഭുതത്തോടെ നമ്മൾ വളരെ ഹർഷപുളകിതരായി തീരും എന്നുള്ളതാണ് രസം. പിന്നെ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം ഇത് തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മം എന്നുള്ളതല്ല നമ്മൾ ഒരിക്കലും നമുക്ക് മനസ്സിലാകാത്ത എന്തോ, ഒരിക്കലും പിടികിട്ടാത്ത ഒരു രീതിയിലും നമുക്ക് ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത, പിന്തുടരാൻ കഴിയാത്ത ഒന്നാണെന്നല്ല. നമ്മൾ ഈ കാണുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം അത് ബ്രഹ്മം തന്നെയാണ് എന്നുള്ളതാണ്. അത് പല രീതിയിലും തിരിച്ചും മറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സർവ്വ ഇതിൻ്റെയും ഉള്ളിലിരുന്ന് സർവ്വതിനും പ്രകാശമായി ഇരിക്കുന്ന എന്ന ആ ഒന്ന്, അത് സ്വയം പ്രകാശിക്കുന്ന ഒന്ന്. തസ്യ ഭാസ സർവ്വമിതം വിഭാതി. അപ്പൊ നമ്മള് ശേഷമാണ് പിന്നെ ആറാമത്തെ വല്ലിയിലേക്ക് വരുമ്പോഴത്തേക്കും ആ സംസാരം വൃക്ഷം അത് ബ്രഹ്മം തന്നെയാണെന്ന് വീണ്ടും സ്ഥാപിക്കുന്നു. ഇതിൽ പല പല ശ്ലോകങ്ങളും നമ്മൾ ഭഗവത്ഗീതയിൽ അങ്ങനെ തന്നെ കാണുന്നതാണ്. ആത്മാനം രചനം അതും അതുപോലെ ഇത് ഊർദ്ധം മൂലമശാകം എന്നുള്ളത് അതേ അങ്ങനെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ഒരല്പം അതിന്റെ കോൺസെപ്റ്റിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഭഗവത്ഗീതയേക്കാൾ എളുപ്പം ഈ കടോമൻസിലായിരിക്കണം കുറച്ചുകൂടി ആദ്യം ഒറിജിനൽ ആയിട്ടുള്ളത്. കാരണം സർവോപനിഷദോ ഗാവോ എന്നല്ലേ പറയുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും ഉപനിഷത്തുക്കളിൽ നിന്നുമാണ് ഭഗവത്ഗീത പിന്നെ ഉരുത്തിരിഞ്ഞിരിക്കുക എന്നുള്ള ഒരു രീതിയിൽ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഈ കടോമൻസിലെ കൺസെപ്റ്റാണ് കുറച്ചുകൂടി എളുപ്പം, സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് സിമ്പിൾ. ഇതിൽ പറയുന്നത് ഈ അശ്വത്ഥം വൃക്ഷം, ഈ സംസാരമാകുന്ന ഈ ആൽ വൃക്ഷം ഇത് ബ്രഹ്മം തന്നെയാണ്, എന്നുള്ള കാര്യം പറയുന്നത്. ഭഗവത്ഗീതയിൽ ഇത് പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ അസംഗമാവുന്ന ശസ്ത്രം കൊണ്ടാണ് ഇതിനെ ഛേദിക്കേണ്ടത്. നമ്മൾ ഇത് ബ്രഹ്മം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സംഘമില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നു. സർവ്വതും ഈശ്വരൻ തന്നെയാണ്, സർവ്വം ബ്രഹ്മം തന്നെയാണെന്ന് മനസ്സിലാക്കി കർമ്മം ചെയ്യുക, അതാണ് ആവശ്യം. ഇതിനാണ് ഏറ്റവും ആദ്യം തുടക്കത്തിൽ തന്നെ തുടങ്ങുന്ന വാക്ക് തന്നെ ഉശൻ എന്നുള്ളതാണ് പറഞ്ഞു തുടങ്ങുന്ന കാര്യം. അദ്ദേഹം ആഗ്രഹിക്കുന്നതോടെ നമ്മൾ വളരെയധികം എന്തെങ്കിലുമൊക്കെ പ്രത്യേക ആഗ്രഹങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ അത് വിജയത്തിലെത്തുന്നില്ല. അത് നമുക്ക് ദുഃഖത്തിന് കാരണമാകും. അതേ കാര്യം തന്നെ സർവ്വം ഈശ്വരനാണ് മനസ്സിലാക്കി സംഘമില്ലാതെ കർമ്മം ചെയ്ത് കഴിയുമ്പോൾ പരമമായ നമ്മൾ ആ ആത്മാവ് നമുക്ക് മനസ്സിലാകുന്നു, അത് വെളിവാകുന്നു, പരമമായ ശാന്തി കിട്ടുന്നു. അദ്ദേഹം പറഞ്ഞ തുടക്കത്തിന് ആ ഒരു വാക്ക്, ഇപ്പൊ ഭഗവത്ഗീത നമ്മൾ തുടങ്ങുമ്പോൾ ധൃതരാഷ്ട്ര ഉവാച എന്ന് തുടങ്ങുന്ന ഭഗവത്ഗീത ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞല്ല തുടങ്ങുന്നത്. അർജുന ഉവാച എന്ന്, സഞ്ജയ ഉവാച എന്നല്ല, ധൃതരാഷ്ട്ര ഉവാച എന്ന് തുടങ്ങുന്നത്. കാരണം ധൃതരാഷ്ട്രയുടെ അന്ധത, അദ്ദേഹത്തിന്റെ മാനസികമായ അന്ധതയാണ് ഈ യുദ്ധം ഉണ്ടാകുന്നതിന് കാരണം. യുദ്ധം ഉണ്ടായതുകൊണ്ടല്ലേ ഭഗവത്ഗീത ഉണ്ടായത്. ഭഗവത്ഗീത എന്നുള്ള സൂര്യനെ നമുക്ക് കിട്ടുന്നത് ധൃതരാഷ്ട്ര അന്ധം കൊണ്ടാണ്. അപ്പൊ നമുക്ക് നല്ലതാണോ ചീത്തയാണോ പറയാൻ പറ്റില്ല. ഒന്നും ദ്വന്ദ്വങ്ങൾ ഇല്ലാത്ത അവസ്ഥ. ഭഗവത്ഗീതയുടെ മൊത്തം സന്ദേശം ആ ദ്വന്ദ്വങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ അത് തന്നെ നമ്മൾ ആദ്യത്തെ ആ തുടക്കത്തിൽ നിന്ന് ഒരൊറ്റ വാക്കിൽ നിന്ന് രാഷ്ട്ര ഉവാച എന്ന് പറയുന്നതിൽ തന്നെ ഭഗവത്ഗീത നമുക്ക് എന്താണ് നൽകാൻ പോകുന്നത് നമുക്ക് മനസ്സിലാകും. ഈ പുസ്തകങ്ങളിലെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന, വളരെ അത്ഭുതകരമാണെന്ന് എനിക്ക് തോന്നുന്നതിനുള്ള കാരണം ഇതുപോലൊന്നും നമ്മുടെ ഇപ്പൊ സ്പൈൻ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കാണുന്നില്ല. ആദ്യത്തെ തുടക്കത്തിൽ തന്നെ ഇത് പറയാൻ പോകുന്ന മുഴുവൻ ഒറ്റ വാക്കിൽ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഒരു പുസ്തകത്തിലും കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മള് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മള് ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിനെ അടക്കുമ്പോൾ ആത്മാവ് സ്വയം പ്രകാശിതമാകുന്നു, സർവവും ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. അതോടുകൂടി അവന് മരണമില്ല. അപ്പൊ നചികേതൻ ചോദിക്കുന്ന ചോദ്യം മരണത്തിന്റെ രഹസ്യം എന്താണെന്നാണ്. സർവവും ബ്രഹ്മമാണെന്ന് നമുക്ക് ആത്മാവാണെന്ന് മനസ്സിലാക്കിയാൽ മരണമില്ല. അല്ലാത്തവൻ മരിക്കുകയും ജനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം.
അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന, ഇപ്പൊ ഇത് അവസാനിക്കുന്ന ഈ ഒരു സന്ദേശത്തോടെയാണ് ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരൻ, ഞാനെന്ന ബോധം അത് ബ്രഹ്മമാണ്, ഈശ്വരനാണെന്ന് മനസ്സിലാക്കി കൊണ്ട് നമ്മൾ അമരത്വം നേടൂ, നിങ്ങളെല്ലാവരും അമരന്മാരായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്കിനി എന്തെങ്കിലും ചർച്ചകൾ, നമുക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് പതുക്കെ ഡിസ്കസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. താങ്ക് യു. വളരെ സന്തോഷം ശ്രീധരേട്ട. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നുള്ളൊരു അവസരമാണ്. 10 മിനിറ്റ് സമയം. നമസ്കാരം. എനിക്ക് തോന്നുന്നു നമസ്കാരം. അങ്ങ് ഇത് പറഞ്ഞപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമുക്ക് നല്ലൊരു ക്ലാസ് ആണ് ഇന്നിവിടെ ലഭിച്ചത്. കാരണം വലിയ ഭാരം മനസ്സിന് തോന്നാത്ത രീതിയിലുള്ള അവതരണം, ഞങ്ങൾക്കത് വളരെ ഉൾക്കൊണ്ടു. നല്ല ഒരു ക്ലാസ്. അത് നമുക്ക് ഒരുപാട് മനസ്സിലായി. കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ വലിയ അറിവില്ലാത്ത ആൾക്കാരാണ്, എങ്കിൽ തന്നെയും നല്ലോണം മനസ്സിലായി എന്നുള്ളതിൽ സന്തോഷം. പിന്നെ അങ്ങാണ് എൻ്റെ അമ്മയുടെ 2 മുട്ട് ഓപ്പറേഷൻ ചെയ്തത്, അതുകൂടെ പറയാൻ ഓർക്കുന്നു ഞാൻ, പരിമല വെച്ച്. അത് കഴിഞ്ഞാണ് തമിഴ്നാട്ടിൽ പോയത്. സരസ്വതി അന്തർജനം ആനേടി. അപ്പൊ രമണിയുടെ നമ്മളത് ഞാൻ ഓർക്കുന്നുണ്ട്, ഓസ്റ്റോട്ടമി ചെയ്തോളൂ. നമ്മള് ഹൈറ്റിബൽ ഓസ്റ്റോട്ടമി, നമ്മള് മുട്ട് മാറ്റി വെക്കാതെ തന്നെ ഹൈറ്റിബൽ ഓസ്റ്റോട്ടമി ചെയ്തു. അതെ അതെ, ഞാൻ വന്ന അവിടെ ചേട്ടൻ താമസിക്കുന്നത് ഞാൻ വന്നു. രമണിയുടെ അനിയത്തിയാ ഞാന്. ശരി ശരി ശരി, അടുത്ത ആളുകളാണ് ഇപ്പൊ. 10-18 വർഷമായില്ലേ ചേട്ടൻ പോയിട്ട് തമിഴ്നാട്ടില്. 17 വർഷം. അമ്മ മരിച്ചുപോയി, 3-4 വർഷമായി മരിച്ചുപോയി. അങ്ങനെ വളരെ സന്തോഷം ചേട്ടന്റെ നാവിൽ നിന്ന് ആ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതിൽ. എന്തെങ്കിലും പ്രയോജനം കിട്ടും? നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ എന്തെങ്കിലും മനസ്സിലായോ? ഇനി അത് പഠിക്കാൻ പറ്റുമോ? അതാണ് കാര്യം. വാട്ട് ഈസ് ദ ടേക്ക് ഹോം മെസ്സേജ്? നമ്മൾ എന്തെങ്കിലും മെസ്സേജ് എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ, അതോ വന്ന പോലെ തന്നെ തിരിച്ചു പോകുമോ എന്നുള്ളതാണ് ചോദ്യം. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് ചേട്ടൻ അത് അവതരിപ്പിച്ചപ്പോ നമുക്ക് മനസ്സിലത് ഉൾക്കൊണ്ടു. അവിടാണ് ആ അവതരണം. എനിക്ക് തോന്നുന്നത്, ഞാൻ പറയാം തുറന്നോളൂ, ഇത് സങ്കീർണമാക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഈ പുസ്തകം തന്നെ അത് ഉച്ചരിക്കുന്ന ഒരു ഇതൊക്കെ നമ്മൾ IIM-ലൊക്കെ പോകുമ്പോൾ അവര് പറയും കേസ് സ്റ്റഡി, ഞങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. IIM അഹമ്മദാബാദ് പ്രത്യേകം പൊങ്ങി പറയും, ഞങ്ങൾ കേസ് സ്റ്റഡി ബേസിൽ ഹാർവാർഡുകാർ മാത്രമാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ആര് പറയും? ഇത് നമ്മുടെ ഈ ഉപനിഷത്തിലൊക്കെ പഠിപ്പിക്കുന്ന രീതി, ഇത് കേസ് സ്റ്റഡി രീതിയിലല്ലേ ഇവർ പഠിപ്പിക്കുന്നത്. ഇത് ഇവരവിടെ എന്നിട്ട് ഞങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അവർ പറയും. ദാറ്റ് ഈസ് ഇതിനോട് എനിക്ക് വളരെ അറ്റാച്ച്മെന്റ് വരാനുള്ള കാര്യം. ഞാൻ ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ വർഷം ഇനി അടുത്ത ആഴ്ച പോകുന്നുണ്ട്, 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും IIM-ൽ ഒരു കോഴ്സിന് പോകുന്നുണ്ട് അഹമ്മദാബാദില്. അപ്പൊ അവരെ പറയാം കേസ് സ്റ്റഡി ബേസ് ഞങ്ങൾ മാത്രമേ എങ്ങനെ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവർ തീരെ മോശമാണ്. അപ്പൊ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് ഈ ഉപനിഷത്തിൽ കടോപനിഷത്ത് കേസ് സ്റ്റഡി ബേസിൽ ഇവർ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു യമനം ഒരു നചികേതസിനെയൊക്കെ വെച്ച് ഇവർ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതിൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കും? 8 വയസ്സായ ഒരു കുട്ടി 7 വയസ്സായ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഇതൊക്കെ നമുക്ക് വേണ്ടി എഴുതി വെക്കും. പിന്നെ നമ്മളിത് പറഞ്ഞുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമുണ്ടോ? ദിസ് ഈസ് മോശം. ഞാൻ ശരിക്കും കടോപനിഷത്ത് ധാരാളം പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട് യൂട്യൂബില്. എനിക്ക് തോന്നുന്നു അവരത് മേക്ക് ഇറ്റ് ടു കോംപ്ലിക്കേറ്റഡ്. എനിക്ക് തോന്നുന്നു അവരത് വളരെ പറഞ്ഞ് വളരെ സങ്കീർണമാക്കി നമ്മളെ അതിൽ നിന്ന് ഓടിക്കുന്ന. ഇറ്റ്സ് നോട്ട് നെസസറി, ദാറ്റ് ഈസ് നോട്ട് വേർഡ്. ഉപനിഷത്ത് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലോ. വളരെ സിമ്പിൾ ആയിട്ട്, മോനെ കൂട്ടാ നചികേതസേ, മോനെ ഇത് ഇങ്ങനെയല്ലേ, നോക്കൂ, ഒരു രഥം ഒരു തേരെടുത്ത് വെച്ചിട്ട് മോനെ ഇതാണ് നോക്കൂ, ഇതെന്താണ്, ഇതാണ് ഇതിന്റെ ഓണറാണ് ആത്മാവ്, ഇതാണ് ശരീരം. സോ ഈസ് ടീച്ചിങ് ദാറ്റ് വേ. ഒരു 6, 7, 8 വയസ്സ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണോ ആ രീതിയിലാണ് അവിടെ യമൻ വന്നത് പഠിപ്പിക്കുന്നത്. നമ്മളത് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പുസ്തകം തന്നെ നമ്മളൊരു പുസ്തകം 117 ശ്ലോകങ്ങളേ ഉള്ളൂ. ഈ പുസ്തകം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ വലിയ ആളാണല്ലോ, ചെറിയ ആളാണ്. നമ്മൾക്ക് 6, 7 വയസ്സ് ഒരു കുട്ടിയാണ് എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ഇടയ്ക്ക് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കണം. നമുക്ക് പലർക്കും അബദ്ധം പറ്റും. നമ്മൾ വെളിയിൽ നമ്മൾ പലതും കേട്ടിട്ടുള്ള ആ നോളജ് വെച്ച് തന്നെ ഇതിൽ പറയുന്നത് നമുക്ക് മനസ്സിലാകാതെ പോകും. തിരിച്ച് നമ്മൾ ഇതിലേക്ക് വരും. ഒരു 6, 7 വയസ്സായ ഒരു കുട്ടിയെ ഒരു പ്രൊഫസർ, വലിയ അറിവുള്ള ഒരു പ്രൊഫസർ പഠിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നത്? ദിസ് ഈസ് ദാറ്റ്. അപ്പം നമ്മൾ അതിലേക്ക് നമ്മൾ അതിലൊരു കഥാപാത്രമായി മാറുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ഇതിൽ സിമ്പിളായിട്ട് ഇത് പറയാനേ ഇല്ല. സോ ബ്യൂട്ടിഫുൾ. ഈ സോ ബ്യൂട്ടിഫുൾ തിങ്. വളരെ മനോഹരമായ ഒരു പുസ്തകമാണത്.
സന്തോഷം ചേട്ടാ, സന്തോഷം. ഓക്കെ. വളരെ സന്തോഷം ജയശങ്കര, സരസ്വതി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ജയേട്ടൻ. ജയശങ്കര, ആ ജയശങ്കര, ജയശങ്കർ പറഞ്ഞോളൂ ഉണ്ണികൃഷ്ണ സാർ. സാർ സാറേ, ഈ കഠോപനിഷത്തിന്റെ ആചാര്യൻ യമരാജനാണ് അതെ, എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു ശ്ലോകം അതിനകത്ത് ആദ്യം പറഞ്ഞു, ഓം നമോ ഭഗവതേ വൈവസ്വതായ മൃത്യുവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേച. അങ്ങനൊരു, അപ്പോ സാർ അത് ഉപനിഷത്തിന്റെ ആക്ച്വലി അതിന് മുമ്പുള്ള ശാന്തി പാഠത്തിലാണോ അത് പറയുന്നത്? ഉപനിഷത്തിന് മുമ്പുള്ള ശാന്തി പാഠമാണോ അത്? അതിലല്ലേ പറയുന്നത്? അതെ. അതായത് ഒരു സ്പീക്കർ പറഞ്ഞിരുന്നാണ് തുടക്കത്തില് ശാന്തി പാഠമായിട്ട് ഓം നമോ ഭഗവതേ വൈവസ്വതായ മൃത്യുവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേച. അപ്പോ അവിടെ നചികേതനെയാണ് നമ്മള് നമിക്കുന്നത്. മൃത്യുവിനും മൃത്യു ഭഗവാൻ, അത് രണ്ടുപേരെയും, അവര് തമ്മിലുള്ള ഡിസ്കഷൻ ആണല്ലോ. അപ്പൊ അവരെ രണ്ടുപേരെയും ആണ് നമസ്കരിക്കുന്നത്. മൃത്യു ഭഗവാനും നചികേതസിനും നമസ്കാരം എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. സാധാരണ നമ്മള് നചികേതന് യമരാജാവ് പറഞ്ഞു കൊടുക്കുന്നതായിട്ടല്ലേ? അപ്പോ അതെ സാർ, നമ്മള് അതെ സാർ. അതുകൊണ്ട് സാർ ഇത് ഈ ശാന്തി മന്ത്രം നമ്മൾ പഠിപ്പിക്കുന്ന ഈ ശാന്തി മന്ത്രം ശരിക്കും ഒറിജിനൽ എന്റെ ഭാഗമല്ലല്ലോ. ഒറിജിനൽ അതിന് മുമ്പുള്ള സാധനം നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപദേശം പഠിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ശാന്തി മന്ത്രം ചൊല്ലുന്നു. അപ്പൊ നമ്മൾ ശരിക്കും യമനും നചികേതസിനും നമസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അങ്ങനെയല്ലേ ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇത്. സാർ ഞാൻ പറയുന്നത് ഇതാണ് ഞാൻ പറയുന്നത്, ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. മൈ റിക്വസ്റ്റ് ടു എവരി വൺ, പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. ദിസ് ഈസ് ദ സിംപിളസ്റ്റ് തിങ്. നമ്മളുടെ ഋഷിമാര് നമുക്ക് വേണ്ടി, നമ്മൾ ഈ 2000 വാർഡില് ഇരിക്കുന്ന നമുക്ക് ബുദ്ധി കുറഞ്ഞ മനുഷ്യർക്ക് ഇതൊക്കെ വേണ്ടി വരും എന്ന് മനസ്സിലാക്കി അവർ സിമ്പിൾ ആക്കി ഒരു സാധനം വെച്ചിരിക്കുന്നു. വി പീപ്പിൾ മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. നിനക്കൊന്നും ഇത് മനസ്സിലാവില്ല. ദിസ് ഈസ് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് ദിസ്, അതർവൈസ് തലപ്പൊട്ടിപ്പോകും. അല്ല, വി ഗോ ടു ദാറ്റ് ലെവൽ. നമ്മൾ അവരുടെ തലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയി. പ്ലീസ് ഗോ ടു ദം. അവരുടെ ആ ഗുഡ് വിൽ, അവരുടെ നല്ല മനസ്സ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവരുടെ തലത്തിലേക്ക് പോയി. നമ്മൾ ആ തലത്തിൽ നിന്ന് ആ ഒരു 6-7 വയസ്സായ കുട്ടിയുടെ തലത്തിലെ ഇതിലേക്ക് നമ്മൾ പോയാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. വി വിൽ ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്. നമുക്ക് അതിൽ പറയുന്ന ആത്മസാക്ഷാത്കാരം, സർവവും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മത്തെ നമുക്ക് അനുഭൂതി ഉണ്ടാകും ഈ കഠോപനിഷത്തിലൂടെ നമ്മൾ പോയാൽ. ഓഫ് കോഴ്സ് നമുക്ക് അതിനുള്ള എളിമ വേണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പലപ്പോഴും ഈ കഠോപനിഷത്ത് പഠിക്കുമ്പോൾ നമുക്ക് വഴിതെറ്റിപ്പോകും. നമ്മൾ വലിയ സംഭവമായിട്ട് അതിനെ കൊണ്ടുവയ്ക്കും. വി കം ബാക്ക്, ഐ എം സോ സ്മോൾ, എനിക്ക് ഇത്ര 5 വയസ്സോ ഒന്നൊരു കുട്ടിയാണ്. ദെൻ യു ഗോ ത്രൂ ദാറ്റ്, ഇറ്റ് ഇസ് വെരി സിമ്പിൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പറയാ. അല്ല, ഈ ഇതിപ്പോ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു, അല്ല സിമ്പിൾ ആയിട്ടൊക്കെ പറഞ്ഞു നമുക്ക് ശരിക്കും അതിന്റെ ആ ഒരു തത്വം എന്താണെന്ന് മനസ്സിലായി. പക്ഷെ നമ്മൾ ആത്മാവിനെ മനസ്സിലാക്കാൻ പോകുമ്പം എത്ര സിമ്പിൾ അല്ലല്ലോ. നമുക്ക് ആത്മജ്ഞാനം അങ്ങനെയാണ് എല്ലാവർക്കും കിട്ടില്ലല്ലോ. വളരെ സിമ്പിൾ ആണ്. ആത്മജ്ഞാനമാണ് ഏറ്റവും സിംപ്ലസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. അത് പലയിടത്തും പറയുന്നുണ്ട്. നമ്മള് പറഞ്ഞല്ലോ, നിങ്ങൾ ഒന്നാമത് പറയാം. നിങ്ങൾക്ക് ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ അവരോട് ഞാൻ പറയും, നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായി അല്ലേ? അത് നിങ്ങൾ ഇങ്ങനെ തർക്കിച്ച് വാട്സാപ്പിൽ തർക്കിച്ചിട്ടാണോ 10ാം ക്ലാസ് പാസ്സായത്? ഇല്ല. നിങ്ങൾ മെഡിസിൻ പാസ്സായി, അല്ലെങ്കിൽ അതിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ PGക്ക് അഡ്മിഷൻ കിട്ടി, നിങ്ങൾ ഇങ്ങനെ തർക്കിച്ചോണ്ടല്ലോ. യു ഡിസൈഡഡ് യു വാണ്ട് ഇറ്റ് അല്ലേ? ആണല്ലോ. എനിക്കിത് വേണം എന്ന് ഞാൻ ഉറപ്പിച്ചു ആദ്യം. ഈ കാര്യം ഞാൻ പറയുന്നല്ല, ഈ കഠോപനിഷത്ത് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ആരാണോ ആത്മാവിനെ വരിക്കുന്നത് അവനെ ആത്മാവും വരിക്കുന്നു. എനിക്ക് ആത്മാവിനെ അറിയണം എന്നൊരാൾ മനസ്സ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ
അത് അങ്ങനെ തന്നെ വെളിയിൽ വരും. ഓ എന്നാൽ ശരി, ഐ വിൽ കം ഔട്ട്. ഇല്ലെങ്കിൽ അവനത് ഉള്ളിൽ ഒളിച്ചിരിക്കും. അതാണ് പുസ്തകത്തിൽ പറയുന്നതാണ്. നമ്മൾ ആർഗ്യുമെന്റ്സ് ആബ്സല്യൂട്ട്ലി നോ. ഇത് തർക്കം കൊണ്ട് കിട്ടുന്നില്ല. നമ്മുടെ ഈ സമയക്കുറവ് കാരണം ഞാനിത് നമ്മൾ ആ ശ്ലോകങ്ങളിലേക്ക് പോയില്ല, നമ്മൾ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോയി. അതിന്റെ എസെൻസ് മാത്രമേ നമ്മൾ പോയുള്ളൂ. ബട്ട് യു സ്റ്റഡി ദാറ്റ് ബുക്ക്. നമ്മൾ ഇതിപ്പോൾ ഞാൻ ഈ പഠിക്കുന്ന പുസ്തകം ഇതാണ്. ഇപ്പൊ ആ യോശി കാണിച്ച പുസ്തകമാണ്, അത് മൃഡാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം. ഇത് നോക്കൂ, ഈ പുസ്തകം നമുക്ക് രാമകൃഷ്ണാവണം ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മൃഡാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം. ശങ്കരാചാര്യരാണ് ഇതിന്റെ ഭാഷ്യം രചിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യരെ പോലെ ഈ സംഭവം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ വേറെ ആരുമില്ല. അദ്ദേഹം നമുക്കിത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ എനിക്കിത് വേണമെന്ന് നമ്മൾ ഉറപ്പിക്കൂ. എനിക്ക് ആത്മാവിനെ അറിയണം, ആത്മാവിനെ വരിക്കൂ, ആത്മാവ് നിങ്ങളെയും വരിക്കും. ഇറ്റ് ഇസ് സിമ്പിൾ. അതിന് ആ സ്ട്രക്ചർ അനാട്ടമി അവർ പറയുന്നുണ്ടല്ലോ. ആത്മാനം, ഇപ്പൊ ശരീരം, അതിൽ ഒരു ഓണർ, ഒരു ആത്മാവ്, പിന്നെ മനസ്സ്, പിന്നെ മനസ്സാകുന്ന കടിഞ്ഞാണ്, ഇന്ദ്രിയങ്ങളാകുന്ന കുതിര, വിഷയാംശേഷു ഗോചര, ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോവാ. അതാണ് അത് പറയുന്നത്. ദെൻ യു കട്ട് ഇറ്റ്. ഇപ്പൊ പറയുന്നു ഇത്രയൊക്കെ ഈ സ്ട്രക്ചർ പറഞ്ഞിട്ട് പറയുന്നു, ദെൻ യു കം ബാക്ക് ഫ്രം ദർ. അവിടുന്ന് ഇന്ദ്രിയങ്ങളെ നമ്മൾ ഇങ്ങോട്ട് അടക്കി, ഇതിനെ മനസ്സിലേക്ക് അടക്കി, മനസ്സിനെ ബുദ്ധിയിലേക്ക് അടക്കി, ബുദ്ധി ഇത് നിശ്ചലമാകുമ്പോഴേക്കും യോഗം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. തമ്മ യോഗമതി പ്രോക്തം സ്ഥിരാം ഇന്ദ്രിയ ധാരണം. നമ്മൾ ഇന്ദ്രിയങ്ങളെ നിശ്ചലമാക്കി നിർത്തി കഴിഞ്ഞാൽ യോഗമായി. ആ യോഗത്തിലൂടെ നമുക്ക് ഇത് വെളിവാകുന്നു. ഇതിൽ പറയുന്നുണ്ടത്. അതെ, അല്ല ചിത്തശുദ്ധി ഉണ്ടെങ്കിലേ ഇതൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഈ ചിത്തശുദ്ധി കിട്ടണമെങ്കിൽ അതിന് ഭയങ്കര, അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ചുക്കുമില്ല. നിങ്ങളത് വേണമെന്ന് ഉറപ്പിക്കും. ഈ പറയുന്ന ബിക്കോസ് ഇതാണ് ഞാൻ പറഞ്ഞ ഈ പുസ്തകം വളരെ കൺസിസ്റ്റന്റ് ആണ്. നമ്മുടെ പുസ്തകങ്ങളെല്ലാം നിങ്ങൾ ഒന്നാമത്തെ ശ്രദ്ധ എവിടെയാണ് ആ പോയിന്റ്. യുവർ ആർഗ്യുമെന്റ് ഇസ് ബിക്കോസ് ശ്രദ്ധ വേണം. ഇതിൽ പറയുന്ന സത്യസന്ധമാണ്, ഇത് പറയുന്ന 100% ശരിയാണ് എന്നുള്ള ഉറപ്പ് നമുക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. ഈ നജികേതസിന് എങ്ങനെയാ അത് കിട്ടിയത്? പറയുന്ന വലിയ കർമ്മങ്ങൾ, വലിയ യാഗങ്ങളും ഒന്നും ചെയ്ത് അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിച്ച് ഇതൊന്നുമല്ല. 6-7 വയസ്സായിട്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ യമൻ വേറെ പല ആദ്യം യമൻ അവന്റെ സ്നേഹം ഒന്ന് നമ്മളുടെ അച്ഛനോടും അമ്മമാരോടുള്ള സ്നേഹം അതവിടെ കാണിക്കുന്നുണ്ട്. അതാണ് നമ്മളെ ഇപ്പോഴും വലുതാക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ നമ്മുടെ പിതാമഹന്മാരോടുള്ള സ്നേഹം അതിപ്പോഴും നമ്മളെ വലുതാക്കും. അത് തുടക്കത്തിൽ. രണ്ടാമത്തെ പുള്ളി ചോദിക്കുന്നുണ്ട് സ്വർഗം ഉള്ള ഈ അഗ്നിയുടെ രഹസ്യം. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. അഗ്നി എന്ന് പറയുന്നത് നമ്മൾ വെളിയിൽ കാത്തു സൂക്ഷിക്കുന്ന ഈ അഗ്നി, അത് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള അഗ്നിയാണ്. ശരിക്കും അതതിന്റെ ഒരു സിമ്പിളാണ്. നമ്മൾ വെളിയിൽ അഗ്നിയെ കാത്തു സൂക്ഷിക്കാന്ന് പറയുന്നത് ഉള്ളിലുള്ള അഗ്നിയാണ് തിരിച്ചറിയേണ്ടത്. ഈ പുസ്തകം ഇതിൽ പറയുന്നുണ്ടത്. പിന്നെ മൂന്നാമതായിട്ട് ഹി ഇൻസിസ്റ്റ്, എനിക്കിത് മാത്രം മതി. ഐ വാണ്ട് ടു നോ ദാറ്റ്. അത് മാത്രം മതി. ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ. വേറെ പലതും അദ്ദേഹം കൊടുക്കാവുന്ന സർവ്വവും രാജ്യവും എന്ത് വേണമെങ്കിൽ തരാന്ന് പറയുമ്പോ തവൈവാഹാസ്തവ നിർത്തിക്കുക, അത് നീ എന്നെ വെച്ചോളാൻ പറയും. ഇത് മാത്രം പറയാനുള്ള ഉറപ്പ് മനസ്സിലുണ്ടോ? പറയണ്ടെങ്കിലും നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ ഈ ലൗകിക കിട്ടൂല. എല്ലാത്തവരും കിട്ടാനും പോകുന്നില്ല. ഇത് എത്ര പുസ്തകം വായിച്ചാലും എത്ര ഭാഷണം കേട്ടാലും ഇനിയിപ്പം നമ്മൾ ആദിശങ്കർ ഇന്റർനാഷണൽ ഇത് നമ്മൾ സ്ഥിരമായി കേട്ടാലും എഴുതിപ്പെട്ടാലൊന്നും കിട്ടാൻ പോകുന്നില്ല. ബട്ട് ഇൻ ദ ഡെപ്ത് ഓഫ് യുവർ മൈൻഡ് യു ഡിസൈഡ് ഐ വാണ്ട് ഇറ്റ്. It reveals. It is there already. See, it is there already. It reveals by itself. അതാണ് പറയുന്നത്. അതെ. അപ്പൊ എങ്ങനെയാണ് ഭഗവതി എന്നല്ല പറയുന്നത്, ഉപയോഗിക്കുന്ന വാക്ക്. എനിക്ക് എന്റെ ഇപ്പൊ ഈ വാക്കുകളുടെ അർത്ഥ സംസ്കൃതം ഞാൻ പഠിച്ചില്ല. പക്ഷെ അത് സ്വയം പ്രകാശിതമാവുന്ന ഉള്ളിൽ നിന്ന്. അല്ല, അപ്പൊ ഈ കേരളത്തിലൊക്കെ നമ്മള് ഒത്തിരി ആത്മജ്ഞാനി, ഒന്നോ രണ്ടോ പേരല്ലേ നമ്മൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതില് ആത്മജ്ഞാനികളായിട്ട്? അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് ആത്മജ്ഞാനികളാണ്. എങ്ങനെ അറിയാം അവരും ആത്മജ്ഞാനികളാണെന്ന്? ഇപ്പൊ എങ്ങനെ അറിയാം? ഇനി അതല്ലാത്തവർ ഞാൻ ഇവിടെ വന്ന് ആത്മജ്ഞാനികളുടെ ലിസ്റ്റ് എടുത്ത് ആരെങ്കിലും ഒക്കെ വന്ന് ഞാൻ ആത്മജ്ഞാനിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിക്കും? ഇല്ലല്ലോ. ഇല്ല. അല്ല, എന്നാലും നമുക്ക് വളരെ എത്ര പേര് ആത്മജ്ഞാനികൾ ഉണ്ടല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? There is no way to know that. എങ്കിലും നമുക്ക് അവരുടെ ആ ഒരു ഇതിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് അറിയൂലോ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അറിയൂലോ, ആത്മജ്ഞാനികളായിട്ടുള്ളവര്. അല്ല, വളരെ കുറവാണ്. അറിയണമെന്നില്ല. ഇപ്പൊ ഇതില് തൈത്തിരീയ ഉപദേശത്തില്ലേ മറ്റേ ഇയാളുടെ രൈക്കനെ അവര്
രൈക്കൻ എന്ന് പറയുന്ന ഒരാളുടെ ഇത് പറയുന്നുണ്ടല്ലോ. അപ്പൊ പക്ഷികളൊക്കെ അയാളെ കുറിച്ച് പാടി കഴിയുന്ന ഇപ്പൊ രാജാവ് പുള്ളിയെ പോയി ആരാ ജനകനോ പോയി കാണുന്നുണ്ട്. രൈക്കൻ ചുമ്മാ അവിടെ ഒരു മൂലയ്ക്ക് ചൊറിയും മാന്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഏതോ ഒരു ഒടിഞ്ഞ തീറിന്റെ കണ്ടോ ഒരു കഷ്ണത്തിൽ പുള്ളി ഇരുന്നിട്ട് ഇങ്ങനെ ചൊറിയും മാന്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ. ഇയാൾ എങ്ങനെ ജ്ഞാനിയാകുന്നത്? സോ ഹൗ ഡു യു നോ? ഇപ്പൊ വായിച്ചോക്കോ, ഉപനിഷത്ത് വായിച്ചോക്കോ, അതിൽ പറയുന്നുണ്ടത് ഇങ്ങനെ ഇരിക്കുന്ന അപ്പൊ എടോ എപ്പോഴാണ് പിന്നെ രൈക്കൻ? പക്ഷെ അയാൾ വിടില്ല കേട്ടോ. അയാള് ജ്ഞാനം തരാം, പക്ഷെ അദ്ദേഹം രാജാവ് രാജ്യത്തിന്റെ പകുതിയും മകളെയും ഒക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ദെൻ ഇതൊക്കെ പറയും കാലിൽ വീണ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നോളജ് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിന് കാരണം മേഡം അതിന്റെ ശ്രദ്ധ എന്നുള്ള ക്വാളിറ്റി, അതായത് ഇതിൽ പറയുന്നത് 100% സത്യസന്ധമാണ്, അങ്ങനെ ഭവിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം, അതാണ് ശ്രദ്ധ. ആ ശ്രദ്ധയുണ്ടെങ്കിലേ ജ്ഞാനം വരുന്നുള്ളൂ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. തിങ്ക് അബൌട്ട് ഇറ്റ്. പുസ്തകത്ത് വായിച്ചു തുടങ്ങും. ദെൻ ഈ പുസ്തകത്ത് വീണ്ടും ഈ പുസ്തകം കടകംശ്രീ വീട്ടിലുണ്ടോ? You start reading it, but when you read it, take the stand. എനിക്ക് 6-7 വയസ്സായ ഒരു കുട്ടിയുടെ തലത്തിലേക്ക് പോയി അത് വായിക്കാൻ തുടങ്ങും. Then you will understand it. പക്ഷെ ഈ ഉപനിഷത്തുക്കള് സാഡ്ലി പീപ്പിൾ ഹാവ് ലെഫ്റ്റ് ഇറ്റ്. ആളുകളത് പഠിക്കാതെ വിടുന്ന ഒരു സംഭവം. നമുക്ക് ആ കർമ്മമാർഗത്തിൽ ഒരുപാട് താല്പര്യം, എന്നാൽ അതിന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിലേക്ക് നമ്മൾ അധികം താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഉപനിഷത്തുക്കളെ നമ്മൾ വീണ്ടും ഒരു വേവ്, പുതിയ ഒരു തരംഗം നമ്മൾ കൊണ്ടുവരികയും എല്ലാവരിലേക്ക് അതിലെ ആ സന്ദേശത്തെ എത്തിക്കുകയും ചെയ്യേണ്ടതാണ് ലോകത്തിന്റെ നന്മയ്ക്ക് ഏറ്റവും അത്യാവശ്യം. ഞാൻ അതുകൊണ്ടാണ് ഈ ഇത്. അപ്പോൾ പല ഉപനിഷത്തുകൾ പക്ഷെ പഠിക്കുമല്ലോ, ഒരെണ്ണത്തിൽ മാത്രം പഠിപ്പിച്ചാലും നമുക്ക് അതിനുള്ള സമയം കിട്ടുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പറയാനും അതിനെ പ്രചരിപ്പിക്കാനും ഒക്കെ നമുക്ക് സമയം കിട്ടുള്ളൂ. അത് നമ്മൾ പുസ്തകം വിതരണം ചെയ്താൽ എല്ലാത്തിനും. സോ ദാറ്റ് ഈസ് വൈ ഐ ഹാവ് ഫോക്കസ്ഡ് ഓൺ വൺ ബുക്ക്. കടോപനിഷത്ത് എന്നുള്ള ഒരു ബുക്ക് വളരെ സിമ്പിൾ ആണ്. അതിൽ പറയേണ്ട കാര്യങ്ങൾ ഫോക്കസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിഹ്നിത്തിരി ഇത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ആ പുസ്തകത്തിന്റെ സ്ട്രക്ചറിന് അത്ഭുതകരമാണ്. അന്നത്തെ കാലത്ത് ഇതുപോലെ ഒരു പുസ്തകം അവർ എങ്ങനെ എഴുതി വെച്ചെന്നുള്ളതാണ് നമ്മുടെ എങ്ങനെ അവരുണ്ടാക്കി എന്നുള്ളതാണ് രചിച്ചിരിക്കുന്നു എന്ന് നോക്കുക. അതിന്റെ സ്ട്രക്ചർ ഒന്ന് ആലോചിക്കുക. അതിന്റെ സംവിധാനം, പുസ്തകത്തിന്റെ ആ സംവിധാനവും പിന്നെ അതിൽ പറയേണ്ടത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആ തുടക്കവും അതിന്റെ എക്സ്പാൻഷനും അവസാനിപ്പിക്കലും ഒക്കെ ഒന്ന് വായിച്ചു നോക്കൂ. യു വിൽ ബി അമേസ്ഡ്. സംശയം തീർന്നില്ല, ഉറപ്പില്ല? ഇല്ല അല്ല, എന്തായാലും അതില് പറഞ്ഞൊരു പരാഞ്ചിഖാനി അതല്ലേ ഒരു ഇതില്ലേ ധീരഹ പ്രത്യേകമാനമൈച്ഛത ആവൃത്ത ചക്ഷു അമൃതത്വം. അപ്പം എപ്പോഴും പറയണത് ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടി ധ്യാനിച്ച് ആ ഉള്ളിൽ നിന്നുള്ള അറിവ് വരണം, അന്തർജ്ഞാനം. എന്നാലല്ലേ ഉള്ളിലേക്ക് തിരിച്ചു വെക്കണം. നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ വെളിയിലേക്കാണ് ഇതിനെ വെച്ചിരിക്കുന്നത്. ബട്ട് ദ മൊമെന്റ് നമ്മൾ അത് കട്ട് ഓഫ്, ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ പുറകോട്ട് ഉള്ളിലോട്ട് പോകണം. സോ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ടല്ലോ, എന്താണ് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ അത് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കുന്നവർക്ക് അവരെയാണ് ദേവി, അതായത് ഇൻറ്റ്യൂട്ടീവ് നോളജ്, അന്തർജ്ഞാനം നിശ്ചലമാക്കിയാൽ മതി. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും പ്രവർത്തനത്തെ നമ്മൾ ഒന്നൊരല്പം നിശ്ചലമാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇറ്റ് വിൽ കം ഔട്ട്. ഇറ്റ് ഈസ് ദേർ, ഇറ്റ് ഈസ് വെയിറ്റിംഗ് ടു കം ഔട്ട്. അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു ഇത് വരില്ലല്ലോ. കുറച്ചു സമയം കണ്ണടച്ചിരിക്കാൻ പോലെ ശ്രദ്ധ ഉണ്ടെങ്കിൽ വരും. അദ്ദേഹം പറഞ്ഞേ, ഇപ്പൊ ഇരിക്കുന്ന നമ്മൾ കാണുന്ന ആളുകളെ ഇയാളെ ബ്രഹ്മജ്ഞാനാണ്, ഇയാള് ബ്രഹ്മജ്ഞാനിയല്ല, എങ്ങനെ ഉറപ്പിക്കാം? വാട്ട് ഈസ് പ്രൂഫ്? യു ഡോണ്ട് ഹാവ് എനി വേ ടു ഡു ദാറ്റ്. ഈ അറിവുകൾ കിട്ടിയാൽ തന്നെയും അവർ പിന്നെ വെളിയിലേക്ക് വന്ന് സാധാരണ പോലെ അവർ വർക്ക് ചെയ്യണം. ബെസ്റ്റ് എക്സാമ്പിൾ ഭഗവാൻ കൃഷ്ണൻ തന്നെ നോക്കൂ, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ 2 പേര് ജ്ഞാനികളായിട്ടുള്ളൂ. ആരാ 2 പേര്? അവര് ജ്ഞാനികളാണെന്ന് എന്താ ഉറപ്പ്? ബാക്കിയുള്ളവര് ജ്ഞാനികളല്ലാന്ന് എന്താ ഉറപ്പ്? അല്ല, 2 പേർക്കല്ലാട്ടെ, കുറച്ച് ആളുകളുടെ വളരെ കുറച്ച്. നോട്ട് കറക്റ്റ്. ഐ ഡോണ്ട് ടോട്ടലി സോറി, ഐ ടോട്ടലി ഡിസഗ്രി വിത്ത് യു.
ഞാൻ എന്റെ അറിവില്ല കേട്ടോ പറഞ്ഞു. ഞാനങ്ങനെ ഞാൻ അറിഞ്ഞങ്ങനെ കേട്ടിട്ടുള്ളവര് അങ്ങനെയുള്ള കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളവരും അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷെ ഇത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. യു ഷുഡ് ഹാവ് കൺവിക്ഷൻ. അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ അതിനുവേണ്ടി റിസ്ക് എടുക്കണം. നചികേതസിന്റെ പോലെ റിസ്ക് എടുക്കണം. അവൻ ജീവൻ തന്നെ നൽകി മരണത്തെ പുലുകിയാണ് അവിടെ പോകുന്നത്. ജീവൻ തന്നെ. പിന്നെ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണ്. അവിടെ 3 ദിവസം അവിടെ പോയി, ഓക്കെ ഞാൻ യമനെ കാണാനാണ് വന്നത്, എനിക്ക് യമനെ കണ്ടാൽ മതി. 3 ദിവസം അവിടെ ആഹാരവും വെള്ളവും ഒന്നും ഇല്ലാതെ അവിടെ ഇരുന്നു. അപ്പോഴാണ് അവന് വരം കിട്ടുന്നത്. വരം അല്ല, കിട്ടുമ്പോൾ തന്നെ ആചാര്യസ്വാമികൾ പറയണ്ടല്ലോ, സാധനാ ചതുഷ്ടയ സമ്പത്തി നേടിയിട്ട് വേണം ഒരു ഗുരുവിനെ സമീപിച്ചാണ് നമ്മൾ ആത്മജ്ഞാനം നേടേണ്ടെന്ന് ഈ സമ്പത്തി അവന് നാച്ചുറലി ഉണ്ടായേക്കാം. ദാറ്റ് ഇസ് വാട്ട് നചികേതസിന്റെ പോലെ. ഇനി ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേക കോഴ്സ് കയറുന്ന പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ വേദാന്തം കോഴ്സിനെ പഠിക്കുന്ന BA വേദാന്തം, MA വേദാന്തം, LVH എന്നൊക്കെ പറഞ്ഞാൽ ഇവരെല്ലാം ജ്ഞാനികളായി മാറി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഇവിടെ നടക്കുന്നത്? കോഴ്സ് ചെയ്തുകൊണ്ട് കിട്ടില്ല. നാച്ചുറലി ന്യായമാത്മാ പ്രവചനങ്ങൾ ലഭ്യം എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൽ ഉറപ്പിച്ച് വീണ്ടും എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഇത് നമുക്ക് കിട്ടുന്നില്ല, ഇത് സംസാരിക്കുന്നതോടെ കിട്ടുന്നില്ല. ബട്ട് ദ മൊമെന്റ് യു ഡിസൈഡ് ഐ വാണ്ട് ഇറ്റ്, ഇറ്റ് കംസ് ടു യു. യു ഡിസൈഡ് എനിക്കത് വേണം, ഐ വാണ്ട് ടു നോ ദാറ്റ്, ഇറ്റ് വിൽ കം. പല ജന്മങ്ങളിൽ കൂടെ എന്തായാലും കിട്ടും എന്നാണ് അല്ലെ? ഒരു ഈ ജന്മത്തിൽ അല്ല, എനിക്കത് വേണമെന്ന് ഉറപ്പിക്കൂ, ഇറ്റ് വിൽ കം. അത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് ദ ഓൺലി വേ. അതുകൊണ്ട് വേറെ ക്വാളിറ്റീസ് ഒന്നും ഇല്ല. ഇപ്പൊ ഈ ഇതിൽ ഓരോ ശ്ലോകങ്ങൾ തിരിച്ച് എടുത്ത് വീണ്ടും പറയുന്ന കാര്യമുണ്ട്. ഈ സാധനം ഈ നിങ്ങളുടെ ഉറപ്പിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഞാനും കൊണ്ട് കിട്ടുന്നില്ല, വേറെ ആര് പറഞ്ഞാലൊന്നും കിട്ടാൻ പോകുന്നില്ല. ദ മൊമെന്റ് യു ഡിസൈഡ് ഇറ്റ് കംസ് ടു യു. നമുക്ക് വേറെ എന്തെങ്കിലും ഡിസ്കഷൻ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ മെഡിക്കൽ പ്രൊഫഷനിൽ ഇപ്പൊ അങ്ങ് ഓർത്തോപെഡിക്സിലാണ് അങ്ങ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓർത്തോപെഡിക്സ് തിരഞ്ഞെടുത്തത്? അതേപോലെ തന്നെ ഉപനിഷത്തുകൾ തന്നെ 108-ലേറെ ഉപനിഷത്തുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങ് ഈ പറയുന്നത് പോലെ കഠോപനിഷത്തിനെ ഈ സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഈ 2 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ നന്നായി. ഓർത്തോപെഡിക്സ് എടുക്കാൻ കാര്യം, നമുക്ക് ഇപ്പോൾ ഓരോ പ്രകൃതി, നേച്ചർ, ഭഗവാൻ പറയുന്നത് എല്ലാം പ്രകൃതിയെ ക്രിയമാണായി ഗുണേ കർമാണി സർവജ. നമ്മളെ പ്രകൃതി, നേച്ചർ, ഐ ലൈക്ക് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഞാൻ ചെറുപ്പകാലത്ത് ഒരുപക്ഷെ ചെറുപ്പത്തില് നമ്മളെ വീട്ടിലൊക്കെ വന്ന് ആശാരിമാർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും. കാർപ്പന്റെ ഒട്ടെടുത്ത് പൊട്ടിക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക്. സോ ഐ തോട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഓർത്തോയിലെ കാര്യങ്ങളൊക്കെ. 1+1 സ്ട്രേറ്റ് ഫോർവേഡ് ആണ് നമുക്കത് ചെയ്യുന്നത്. ഐ ലൈക്ക് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. I had choices. I could have got any course at that time. I had a good rank, 300 rank in all India. ഇപ്പൊ കിട്ടുമായിരുന്നത്, എന്തുവേണമെങ്കിലും കിട്ടുമായിരുന്നു. ഐ വാണ്ടഡ് ഓൺലി ഓർത്തോപെഡിക്സ്, അത്രയേ ഉള്ളൂ. പിന്നെ കഠോപനിഷത്ത് എടുക്കാൻ കാരണം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാരണങ്ങളാണ്. കഠോപനിഷത്ത് ഈസ് വെരി സിമ്പിൾ. നമുക്ക് പൊതുവേ എടുത്ത് എല്ലാവരിലേക്ക് എത്തിക്കാൻ ഏറ്റവും പറ്റിയ കഠോപനിഷത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളിപ്പോ വേറെ ചിലപ്പോൾ ഇനി ഈശാവാസ്യം എടുത്ത് നോക്കും, 18 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷെ ഈശാവാസ്യം അത് നമുക്ക് മനസ്സിലാക്കിയാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിലത് സ്ട്രക്ചേർഡായിട്ട് കാര്യങ്ങൾ നമുക്ക് ഒരു അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക്, ഒരു ന്യൂ കമ്മർ, അത് വിശദമായിട്ട് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് ആത്മാവ്, ആ ആത്മജ്ഞാനം ആസ്വദിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് ഏറ്റവും നല്ല ഇത് തന്നെയാണ്. ഫോർ എ ബിഗിനർ ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ്, ദ സിമ്പിൾ സ്ട്രക്ചർ. ഇല്ല, നമ്മളിപ്പോ ഇത് ബൃഹദാരണ്യം എടുത്ത് വായിച്ചു, ഒരക്ഷരം നമുക്ക് മനസ്സിലാവില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് വാക്കുകൾ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരിലേക്കും എത്തിക്കാൻ ഏറ്റവും നല്ല ഇതാണ്. നമ്മൾ ഈ ഇത് മാത്രമല്ല, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചിട്ട് വിടൂ. ലോകത്തിന് ഒത്തിരി മാറ്റം വരും. ഈ നാട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഡ്രഗ് അഡിക്ഷൻ പ്രശ്നങ്ങൾ, ഈ ഡ്രഗ് അഡിക്ഷൻ പ്രത്യേകിച്ചും ഈ അഡിക്ഷനൊക്കെ ഉള്ള ഈ കാലത്ത് ഈ പുസ്തകം നമ്മൾ എല്ലാവരിലേക്ക് എത്തിച്ചാൽ, ഇതിലെ ഈ മെസ്സേജ്, വാട്ട് ഡിഡ് നചികേതസ് ഡിഡ് എന്നുള്ള ആ ഒരു മെസ്സേജ് എങ്ങനെയായിരിക്കാം എന്നുള്ള ഈ മെസ്സേജ് എത്തിച്ചാൽ തീർച്ചയായിട്ടും കുറച്ച് പേർക്കെങ്കിലും ഈ ഐഡിയ കിട്ടാതിരിക്കില്ല നമ്മൾ ഈ പുസ്തകം പ്രചരിപ്പിക്കുന്നതോടുകൂടി. സോ തിങ്സ് വിൽ ചേഞ്ച്. അതിനുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള, ഇപ്പൊ ഇതിന്റെ ഒരു കാര്യത്തിൽ നമുക്ക് പല തലത്തിലും നമുക്ക് നേരിടാം. ഇതിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള എതിർ കാര്യം ഇപ്പൊ അറിയാമല്ലോ, ഇപ്പൊ നമ്മൾ പട്ടാളക്കാരെ യുദ്ധത്തിന് തോക്ക് കൊടുക്കുന്നതിന് മുമ്പായി ആ ഫിലോസഫി വരെ പഠിപ്പിക്കുന്നതാണ്. സോ ദാറ്റ് ടീച്ചിങ് ദാറ്റ് ഫിലോസഫി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോ ആ ആസ്പെക്റ്റില് ദിസ് ബുക്ക് വിൽ ഹെൽപ്പ്. ഈ നമ്മുടെ ഈ പുസ്തകം എല്ലാവരിലേക്ക് എത്തിച്ചാൽ തീർച്ചയായിട്ടും
ഈ ഡ്രഗ് അഡിക്ഷനൊക്കെ നമുക്ക് MDMA ഒന്നും നമ്മുടെ നാട്ടിൽ പിന്നെ ഉണ്ടാവില്ല. തീർച്ചയായും വളരെ നന്ദി ശ്രീധരേട്ടാ. നിങ്ങളുടെ വാക്കുകൾക്ക് വേറെ ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും അതിൽ ചോദിക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ 2 മിനിറ്റ് സമയം കൂടെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജയേട്ടൻ. നമസ്കാരം ജയശങ്കര. സംശയങ്ങളൊന്നുമില്ല. ജയശങ്കർ. പൂർണ്ണമായിട്ട് വളരെ ഭംഗിയായിട്ട് വളരെ ലളിതമായിട്ട്, തീർച്ചയായിട്ടും കഠോപനിഷത്ത് വളരെ ലളിതമാണ്, വളരെ വൈശദ്യമുള്ളതാണ്. പ്രതിപാദന രീതി കൊണ്ടും അതേപോലെ തന്നെ കാവ്യഭംഗി കൊണ്ടും ഭാഷാശൈലി കൊണ്ടും എല്ലാം സാഹിത്യകാരന്മാർക്കൊക്കെ വളരെ അമൃതതുല്യമാണ്. വളരെ ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഉപനിഷത്താണ് ഇത്. ഇംഗ്ലീഷിലെ മൃത്യുരഹസ്യം ഇതൊരു എഡ്വിൻ ആർണോൾഡ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുമുണ്ട്. അപ്പം ഞാൻ അതൊന്നുമല്ല അങ്ങോട്ടൊന്നുമല്ല കിടക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഡോക്ടർ ശ്രീധരൻ നമ്പൂതിരി അതിനെ അവതരിപ്പിച്ചു. വളരെ ലളിതമായിട്ട് തന്നെ ആ ലളിതമായ ഒന്നിനെ വളരെ ലളിതമായിട്ട് ആ ബ്രഹ്മരഹസ്യം, കഠോപനിഷത്തിൻ്റെ ആ ബ്രഹ്മരഹസ്യം വളരെ മനോഹരമായിട്ട്, കാരണം മനുഷ്യനെ മുഴുവൻ അലട്ടുന്ന പ്രശ്നമാണല്ലോ മരണം, അത് വളരെ സരസമായിട്ട് പറഞ്ഞു. പിന്നീട് ഈ ശങ്കരാചാര്യ സ്വാമികൾ ആത്മാനാത്മവിവേചനത്തിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവേക ചൂടാമണി ഒരു വളരെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. പിന്നെ അതിലെല്ലാം ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ പല പ്രകരണത്തിൽ തന്നെ കിം ജ്യോതിസ്തവ ഭാനുമാന ഹനിമേ രാത്രോ പ്രദീപാധികം എന്ന് പറയുന്നുണ്ട്. ആത്മാവിലേക്ക് എത്തി നോക്കുവാൻ പറയുന്നുണ്ട്. പിന്നെ കലോപ്പോൾ പറഞ്ഞ ആ വാഗ്വാദങ്ങളും വളരെ ശരി തന്നെയാണ്. അപ്പോൾ ഒരു രണ്ടുപേരും തമ്മിലുള്ള തർക്കവും കുറച്ചുകൂടെ അറിവിന് ഉതകുന്നതായി, രണ്ടുപേരും വളരെ ഭംഗിയായിട്ട് തന്നെ അതിനെ സമ്മതിക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരു പ്രഭാഷണം മാത്രമല്ല, ആ പ്രഭാഷണത്തിനെ ഉൾക്കൊണ്ടു അതിന് കൃത്യമായ തർക്കശാസ്ത്രങ്ങളും കൂടെ വെക്കുമ്പോഴാണല്ലോ അതിന് പൂർണ്ണതയാവുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ അതും പൂർണ്ണതയിലെത്തി. പക്ഷേ അവസാനം പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ തന്നെ പറയുന്നില്ലേ, എന്താണ് മനുഷ്യാണാം സഹസ്രേഷു അല്ലേ കശ്ചിത് ഏതതി സിദ്ധയെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നേടണമെങ്കിൽ എളുപ്പമാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പാട് തന്നെയാണ്. അപ്പം വളരെ സന്തോഷമായി ഇത് പറഞ്ഞിട്ട് മറ്റേ സമന്വയം ഗ്രൂപ്പിൽ എന്നെ കുറച്ച് വഴക്കുണ്ടായി. പറഞ്ഞു പുസ്തകങ്ങൾ പലരും കളഞ്ഞേക്കും എന്ന് പറഞ്ഞ ഒരാൾ കുറച്ച് ദേഷ്യപ്പെട്ടു. അപ്പോൾ വളരെ മനോഹരമായിട്ട് ക്ലാസ് എടുത്തു. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വസ്തി ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുജനാ ഭവന്തു, ലോകാ സമസ്താ ത്വദ്ഭക്താ ഭവന്തു. ജയശങ്കര 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 ജയശങ്കര. വളരെ സന്തോഷം ജയേട്ട. നമ്മുടെ ഈ സനാതന ധർമാമൃതത്തിൻ്റെ 9ാമത്തെ സെഷൻ അവസാനിക്കുന്ന മുൻപ് ഇന്നിവിടെ പങ്കെടുത്ത നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ ശ്രീധരൻ നമ്പൂതിരി PE അവറുകളെയും അതേപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ എല്ലാമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. 2 വാക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കാം. ഉണ്ണികൃഷ്ണൻ നായർ സാർ കേൾക്കുന്നുണ്ടോ? അങ്ങ് സാർ പോയല്ലോ, ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഹി ലെഫ്റ്റ് ഐ തിങ്ക്. ഹി ഫെൽറ്റ് ടയർഡ് പ്രോബ്ലം. ശ്രീകാന്ത് അങ്ങ് ഫ്രീ ആണോ? ശ്രീകാന്ത് VP, ശ്രീകാന്ത് നമ്പൂതിരി. അഭിലാഷ് ജി 2 വാക്ക്. നമസ്കാരം ജയശങ്കര. ഞാൻ ഒമാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് അങ്ങയുടെ ക്ലാസ് കേട്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷമായി. അതിനകത്തുള്ള ആ വാഗ്വാദത്തിൽ തെളിഞ്ഞിരുന്ന വേറൊരു കാര്യം, ഭഗവാൻ കൃഷ്ണൻ മേൽപ്പത്തവരോട് ചോദിക്കുന്ന ഒരു രംഗമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആരാ തീരുമാനിച്ചത് ശരിയല്ല എന്ന് ചോദിക്കുന്ന ഒരു രംഗം ഞാൻ ഓർക്കുന്നുണ്ട് പറഞ്ഞായിട്ട്. അതേപോലെ ജ്ഞാനികളെ ഉള്ളത് തീരുമാനം എടുക്കാൻ നിങ്ങൾ ആരാണെന്ന്. ശരിയാണ്, നമ്മൾ എന്ത് രീതി കറക്റ്റ് തന്നെയാണ്. ഇൻട്രസ്റ്റ് വേണം, സ്നേഹം വേണം. ഇൻട്രസ്റ്റ് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. 2-3 നമ്മളൊരു കാര്യം തീരുമാനിക്കും.
ുന്നതിന് മുമ്പേ ആ തീരുമാനത്തിൽ എത്തുന്നതിന് നമുക്ക് ഇൻട്രസ്റ്റ് വേണം, സ്നേഹം വേണം, ആത്മാർത്ഥത വേണം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു തീരുമാനത്തിലെത്താനും അത് പഠിക്കാനും പറ്റൂ. പിന്നെ ഒരാളോട് താല്പര്യമില്ല എന്ന് ഇന്ന കാര്യം താല്പര്യം അങ്ങയുടെ ബ്രേക്ക് ആവുന്നുണ്ട് ഒന്ന്. ട്രാവലിംഗ് വണ്ടി ഓടിക്കാൻ തോന്നുന്നു. എന്ന് പറയാനുള്ള ധൈര്യവും ശക്തിയും ആ ആത്മാവിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതിന് നല്ല രീതിയിൽ അങ്ങനെ എല്ലാ രീതിയിലും പ്രതിപാദിച്ച് പറഞ്ഞു. വളരെ നന്ദി. ജയ്ശങ്കർ. വളരെ സന്തോഷം. എന്തോ എല്ലാവർക്കും നന്ദി ഉണ്ടാവട്ടെ. ജയദേശിന്റെ കാരണം എല്ലാവർക്കും ഉണ്ടാവട്ടെ. കേട്ടില്ലായിരുന്നു ജയശങ്കര. കേട്ടിരുന്നു. ജയശങ്കര. വളരെ സന്തോഷം സിദ്ധരേട്ടാ. ജയശങ്കര. ശങ്കര. ജയശങ്കര. ജയശങ്കര.